السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. അൽഹംദുലില്ലാ. മഹാനരായ അൽ ഖുത്ബുർ റബ്ബാനി ശൈഖ് അഹ്മദ് തിജാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ വഴിയിൽ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ബാബീങ്ങളുമായി ഇഖ്വാനീങ്ങളുമായി ഒരുമിച്ച് കൂടാൻ ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിക്കാനൊക്കെ ഉണ്ടായ ഈ ഒരു വലിയ തൗഫീഖ് നമ്മുടെ മശായിഖന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന, അവർ തൃപ്തിപ്പെടുന്ന ഒരു നല്ല സദസ്സായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മശായിഖന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. നിങ്ങൾ ദിവസങ്ങളോളായി ഇവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ വിശാലമായ വഅദ് ഒന്ന് കഴിഞ്ഞു. നമ്മൾ ശരിക്കും ഇവിടെ ഒരു വഴങ്ങോ അല്ലെങ്കിൽ പ്രസംഗമോ നടത്താനൊന്നും അല്ല കേട്ടോ വരുന്നത്. നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ ദുആയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്താൻ വേണ്ടി, അവരൊരു നോട്ടം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ മഹത്തായ സാവിയിലേക്ക് വിളിച്ചപ്പോൾ നമ്മുടെ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ വന്നത്. നമ്മളാ ഒരു സ്നേഹബന്ധവും ആ ഒരു മഹത്തായ കൂടിക്കാഴ്ചയാണല്ലോ എല്ലാം. അപ്പൊ അതിൻ്റെ ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഏതായാലും വരുമ്പോൾ നമുക്ക് വിഷയങ്ങൾ പറയാം. ഒരു വാളിന്റെ ശൈലിയിൽ, ഖണ്ഡനത്തിന്റെ ശൈലിയിലൊന്നുമല്ല. ഞാൻ ഒരു ചർച്ച രൂപത്തിൽ, കാരണം ആ വിഷയമൊക്കെ ഞാൻ എന്ത് വിഷയം പറഞ്ഞാൽ ആക്കങ്ങൾ അതിലേറെ പഠിച്ചിട്ടുണ്ടാവും. കാരണം എത്രയോ ആയി മശായിഖുമാരായിട്ട് ബന്ധമുള്ളവരാണ് എല്ലാവരും. നമ്മൾ പിന്നെ പല വഴിയിലും പിന്നെ മശായിഖന്മാരുടെ അടുത്ത് എത്തിപ്പെട്ടതാണ്. അപ്പോ ഏതായാലും നമ്മൾ ഒരാളായി ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മളെ ഏറ്റവും വലിയ മഹത്വം. അത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ ഏതെല്ലാം സമ്പത്തുണ്ടാക്കിയാലും എന്തൊക്കെ ഇബാദത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഹിദായത്തിന്റെ മാനദണ്ഡം മശായിഖന്മാരുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം ഉണ്ടാക്കിയെടുക്കാതെ, ആ കണ്ണിയിൽ ചേരാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അതൊക്കെ നഷ്ടമാകും, യാതൊരു സംശയവും അതിലില്ല. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ ആലിമീങ്ങളായി വന്നവരൊക്കെ അക്കാലഘട്ടത്തിലെ മശായിഖന്മാരുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിച്ചത്.
ആ ബന്ധം ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിന്റെ ആളുകൾ. അപ്പൊ നമ്മൾക്ക് അള്ളാഹു അങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മശായിഖന്മാരെ ആ ഒരു വഴിയിൽ മുറിയാതെ ഇത് നിലനിർത്തി കൊണ്ടുപോവുക എന്നതാണ്. ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി എന്നോട് നിർദ്ദേശിച്ചത് മശായിഖന്മാരുടെ വാക്കുകളെ, കലാമുകളെ അതിനോടെങ്ങനെ നമ്മൾ സമീപിക്കണം എന്നതാണ്. മശായിഖന്മാരൊരു വാക്ക് പറഞ്ഞാൽ അതിനെ എങ്ങനെ വിലയിരുത്തണം, അതാണ്. വളരെ കുറഞ്ഞ സമയം നമുക്ക് സംസാരിച്ച് പിന്നെ വല്ലതും ചർച്ച ചെയ്യാണ്ടെങ്കിലായി നമുക്ക് നിർത്താം. അല്ലാഹു തആല ഒരു കാര്യം നമ്മളോട് പറയാം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറയും. അതിന്റെ ഉദ്ദേശം എന്താന്ന് ആരാ പറഞ്ഞു തരേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു വാദമായിട്ട് പറയില്ല കേട്ടോ, നമ്മളൊരു ക്ലാസ് ആയിട്ട് ചർച്ച ആയിട്ട് അങ്ങനെ ആ ഉദ്ദേശം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വിശദീകരിക്കേണ്ടത് ആരാണ്? അതാണ് മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് തന്നെ വിശദീകരിക്കും. ചിലപ്പോ ചില ഭാഗങ്ങളിൽ അല്ലാഹ് പറഞ്ഞീന അല്ലാഹ് തന്നെ പറയും. അല്ലാഹ് പറഞ്ഞതിനെ കുറിച്ച് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ ബിൽ ബയ്യിനാതി വസ്സുബുർ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, തങ്ങൾക്ക് നമ്മൾ ഈ പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിച്ചു തന്നത് ലിതുബയ്യിന ലിന്നാസ്, നിങ്ങളത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആര് വിശദീകരിച്ചു കൊടുക്കണം? ലിതുബയ്യിന പറഞ്ഞാല് നിങ്ങൾ വിശദീകരിക്കണം. ആരോട് വിശദീകരിച്ചു കൊടുക്കണം? ലിന്നാസ്, ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ പരിശുദ്ധ ഖുർആൻ ആര് വിശദീകരിക്കും? ഹബീബായ മുത്ത് റസൂല് ഒന്ന്. ഖുർആൻ കൊണ്ട് കൂടുതൽ ആളുകളും വൈവേച്ചു പോകുന്ന ആളോ പറഞ്ഞു. അങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ അല്ലെ പരിശുദ്ധ ഖുർആനില്, യഹ്ദീ ബിഹി, ആദ്യം പറഞ്ഞ എന്താ? യുദില്ലു ബിഹി കസീറ വയഹ്ദീ ബിഹി കസീറ. അധികരിച്ച ആളുകളും അതുകൊണ്ട് വഴിവേച്ചു പോകുന്നതാണ്. വഴിവേച്ചു പോലെ എങ്ങനെ? തോന്നിയ രൂപത്തിൽ അർത്ഥം പറയും, ഇഷ്ടമുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കും. ഇവിടെയുള്ള എല്ലാ ആളുകളും ഖുർആന്റെ ആളുകളാണ്. നിസ്കാരം തന്നെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, പലതും പറയും. ഒക്കെ ഖുർആനായിരിക്കുമല്ലോ മാനദണ്ഡം. അപ്പൊ അവര് ഖുർആനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഒന്ന്. ഇനി നമുക്ക് ആരിലേക്ക് വരാം? മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ വാക്കുകളെ എങ്ങനെ മനസ്സിലാക്കണം? സ്വഹാബത്ത് എങ്ങനെ അതിനെ മനസ്സിലാക്കി? അതാദ്യം ഇതിന്റെ ആമുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു നമ്മൾ പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നമ്മൾ ഓതിയാൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അള്ളാഹിന്റെ ഒരു വചനാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ അള്ളാഹ് വന്ന് നേരിട്ട് നമുക്ക് ഓതി തന്നതൊന്നുമല്ല. അതാര് പറഞ്ഞതാണ്? മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളാണല്ലോ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആരാ ഓതിക്കൊടുക്കുന്നത്? ഹബീബായ മുത്ത് റസൂല്. ഹബീബായ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചിലത് ഖുർആനാകുന്നു, ചിലത് ഹദീസുകളാകുന്നു. ഹദീസിൽ തന്നെ ചിലത് ഖുദ്സിയായ ഹദീസുകളാകും. ഖുദ്സി ഹദീസ് പറഞ്ഞാല് അള്ളയാണ് സംസാരിക്കുന്നത്. അള്ളാഹ് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു. റസൂല് അത് അങ്ങനെ തന്നെ പറയുന്നു. ഉദാഹരണം പറയാം, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ, അല്ലെങ്കിൽ എന്റെ വലിയനോട് ശത്രുത പുലർത്തിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു.
ഇത് പറയുന്നത് അള്ളയാണ്. അള്ള പറഞ്ഞു എന്ന് ഉദ്ധരിക്കുന്നതാരാ? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോ ഈ പറഞ്ഞത് ആയത്താണ്, ഇത് ഖുർആനാണ്, ഇത് ഹദീസാണ്, ഇത് ഖുദ്സിയായ ഹദീസാണ്, ഇതൊക്കെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് മലക്ക അതാർക്കാ ഉള്ളത്? അത് സ്വഹാബികൾക്ക് സന്ദർഭത്തിൽ നിന്ന് ആര് മനസ്സിലാക്കി കൊടുത്തതാണ്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആദ്യകാലത്തൊരു നിയമം തന്നെ കൊണ്ടുവന്നിരുന്നത്, ഹദീസുകൾ എഴുതി വെക്കാൻ പാടില്ല. ഏത് മാത്രമേ എഴുതി വെക്കാൻ പാടുള്ളൂ? ഖുർആന് മാത്രം. അത് പിന്നീട് തമ്മിൽ തിരിച്ചറിയാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ഒരു പവർ അവർക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി വരുന്ന രൂപം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ വഹി വന്ന് ഇന്ന ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞാൽ വഹി എഴുതുന്ന ആളുകളുണ്ടാവും. അവര് വന്ന് പ്രത്യേകം അത് എഴുതി വെക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നതിൽ നിന്നാണല്ലോ ഇതൊക്കെ കിട്ടുന്നത്. തസവ്വുഫ് എവിടുന്നാ കിട്ടുന്നത്? മിൻ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിഖ്ഹ് എവിടുന്നാ കിട്ടുന്നത്? മിൻ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്ലാഖുകൾ, സ്വഭാവങ്ങൾ, അതും എവിടുന്നാ കിട്ടുന്നത്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിന് പാകപ്പെടുത്തി എടുത്തതായിരുന്നു സ്വഹാബികൾ. അതില് ചിലതൊക്കെ അപ്പൊ തന്നെ തിരിയും, ചിലത് പറയുമ്പോ. ചിലത് കണ്ടില്ലേ ഹദീസിൽ നമ്മൾ ബുഖാരി മുസ്ലിം ഒക്കെ ഓതുന്ന ആൾക്കാരോട് ചോദിച്ചാൽ കാണാം ഉടനെ വഖാലു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അവർ ചോദിക്കും, നബിയെ ആ വിഷയത്തിൽ ഒന്നുകൂടി വ്യക്തത വേണം. ചിലപ്പോ അവരോടൊരു കാര്യം പറയും, ആ കാര്യം റസൂല് ചെയ്യുന്നുണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ സൗമുൽ വിസ്വാൽ പാടില്ല. സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, ലാ തുവാസിലു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസ്വാൽ. സൗമുൽ വിസ്വാൽ പാടില്ല എന്ന് ആര് പറഞ്ഞു? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗമുൽ വിസ്വാൽ എന്ന് പറഞ്ഞാൽ മശായിഖുമാരായിട്ട് ബന്ധമുള്ളവർക്കറിയാം. ഒരു ദിവസം തന്നെ നമ്മളൊക്കെ നോമ്പ് നോറ്റും മഗ്‌രിബിന് നോമ്പ് തുറക്കുമ്പോൾ വീണ്ടും ആ നോമ്പ് തുറക്കാതെ ദിവസങ്ങളോളം അല്ല മാസങ്ങളോളം തന്നെ നോമ്പിലായി ചെലവഴിച്ച കാലങ്ങൾ, അത് നിരോധിച്ചു ആര്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ സംശയം, ഫഖാലു ഇന്നക തുവാസിൽ. ഹബീബായ തങ്ങളെ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളങ്ങനെ ദീർഘമായ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ. അപ്പൊ മറുപടി, ഇന്നി ലസ്തു കഹൈഅത്തിക്കും, ഞാൻ നിങ്ങളുടെ പ്രകൃതിയിലേ അല്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ടതേ ഇല്ല. നിങ്ങളോട് എന്താണോ പറഞ്ഞ് അത് നിങ്ങൾ ചെയ്താണ്. അപ്പൊ ആ ഒരു വ്യക്തത സ്വഹാബികൾ വരുത്തുന്നതാണ് ആ ഹദീസിലൊക്കെ കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ എല്ലാവർക്കും വ്യക്തമാക്കുന്ന രൂപത്തിൽ പറയും. ചില കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തത വരുത്തേണ്ടി വരും, അതും അവർ തന്നെ ചോദിക്കും. ചിലത് ആ സംഭവം സംഭവിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ തന്നെ പറ്റും. ഞാൻ മശായിഖന്മാരെ ഖൗലിനെ മനസ്സിലാക്കുമ്പോ അതിന്റെ ആമുഖം പറഞ്ഞതാണ്. ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഇമാം തുബ്രാനി അതുപോലെ ഇബ്നു അബീ ശൈബ തങ്ങളൊക്കെ ഉദ്ധരിച്ച ഹദീസ്, 3 പ്രഗൽഭരായ സ്വഹാബികൾ, ഒന്ന് മഹാനരായ അബൂ ഹുറൈറ, മറ്റൊന്ന് അബൂ മഹ്ദൂറ റളിയല്ലാഹു, മറ്റൊന്ന് സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു. 3 ആളുകളും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടേക്ക് ആര് വന്നു? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവമാണ്. 3 പ്രഗൽഭരാണ്. അബൂ ഹുറൈറ തങ്ങളെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അത്രയും ഹദീസ് നമുക്ക് പറഞ്ഞെന്ന ആളാണ് ആര്? സയ്യിദുന അബൂ ഹുറൈറ. മറ്റൊന്ന് സമുറത്ത് ഇബ്നു ജുന്ദുബ് തങ്ങളാണ്. അവർ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആൾ, സ്വഹാബിയാണ്.
മറ്റൊരാൾ അബൂ മഹ്ദൂറ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. അവരോട് വന്നിട്ട് പറയാണ്, ആഖിറുക്കും മൗതൻ ഫിന്നാർ, ആഖിറുക്കും മൗതൻ ഫഫിന്നാർ എന്ന് വേറെ റിപ്പോർട്ടിൽ കാണാം. അതിന്റെ നേരെ അർത്ഥം എന്താ? നിങ്ങളിൽ മൗത്താൻ അവസാനമുള്ള ആള് എന്ന് പറഞ്ഞാൽ അവസാനം മരിക്കുന്ന ആള് ഫിന്നാർ എന്നാണ് ആ ഹദീസിൽ പറഞ്ഞത്. ഫിന്നാർ ഇമാം ദുബറാനി ഉദ്ധരിച്ച ഹദീസാണ്, എല്ലാവരും ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹാബികൾക്കിടയിൽ തന്നെ ആ ഹദീസിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായതല്ല. ആരാ അവസാനം മരിക്കുക? ഈ 3 സ്വഹാബികളിൽ അവർ ഫിന്നാർ എന്നാ പറയുന്നത്. 3 ആളുകളും ഏറെ ബേജാറായ ഒരു ഹദീസും കൂടിയാണ്. മശായിഖന്മാർ ഒരു വാക്ക് പറയുമ്പോൾ എന്തായാലും അർത്ഥം തിരിയാൻ നമ്മളും ബേജാറാവും. അതിലാദ്യം വഫാത്തായത് അബൂ ഹുറൈറ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. പിന്നെ സമുറത്ത് ഇബ്നു ജുന്ദുബ് തങ്ങളും അബൂ മഹ്ദൂറ തങ്ങളും ബാക്കിയായി. ഒരാള് ബസറയിലാണ്, മഹാനരായ സമുറത്ത് തങ്ങൾ വേറെ നാട്ടിലാണ്. അതുപോലെ എന്നും അന്വേഷിക്കും എന്ത് മറ്റേ ആൾ മരിച്ചിട്ടുണ്ടോ എന്ന്. കാരണം ഒരാൾ മരിച്ചാൽ പിന്നെ ലാസ്റ്റ് വരുന്ന ആളാണല്ലോ ഫിന്നാർ എന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആര് വഫാത്തായി? മഹാനരായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു വഫാത്ത്. സമുറത്ത് ഇബ്നു ജുന്ദുബ് തങ്ങൾ മാത്രം ബാക്കിയായി. സ്വഹാബികൾ ആരും ആ ഹദീസിന് അർത്ഥം വെക്കാൻ തന്നെ പോയില്ല. നമ്മളെ നാട്ടിലൊക്കെ അതിന് അർത്ഥം പറഞ്ഞു പോയിണ്ടാവും. മൂപ്പരെന്തായാലും നരകത്തിലാണ്, മൂപ്പരാരും പിന്തുടരാൻ പാടില്ല എന്ന് പറയും. പിന്നെ സമുറത്ത് ഇബ്നു ജുന്ദുബ് തങ്ങളെ കാലത്ത് ഒരു വലിയ തീപിടുത്തുണ്ടായി എന്നാണ്. ആ തീയില് വീണ് വെന്തു മരിച്ചുപോയി ആര്? ആ സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ആളുകൾക്ക് ആ ഹദീസിന്റെ മഅന മനസ്സിലായത്. അവസാനം മൗത്താകുന്ന ആള് തീയില് വീണ് വെന്ത് മരിക്കുകയാണ് ചെയ്യാന്നാണ് പറയുന്നത് മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആഖിറത്തിലെ ഫിന്നാറല്ല അവിടെ ഉദ്ദേശിച്ചത്. ദുനിയാവിലും മരിക്കുമ്പോ എങ്ങനെയാണ് മരിക്കുക. അപ്പൊ ആ ഹദീസിന് ഇപ്പൊ ഈ സംഭവം അറിയാത്ത ഒരാൾ അർത്ഥം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്വഹാബിയായ ഒരാളെ പിടിച്ച് നരകത്തിലേക്ക് ഇടേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹ് സംസാരിക്കുമ്പോ, ഹബീബായ മുത്തു റസൂല് സംസാരിക്കുമ്പോ അതിന്റെ വിശദീകരണം അവര് തന്നെ പറയും. അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കും. ഇനി നമുക്ക് നേരെ മശായിഖന്മാരിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ വാരിസീങ്ങളാണ് മശായിഖന്മാർ. അതാണ് ബുഖാരിയുടെ ഹദീസ്, ലാ നബിയ ബഅദി, എന്റെ ശേഷം നബി ഇല്ല എന്ന് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇല്ല പറഞ്ഞപ്പോ ആൾക്കാർക്ക് ബേജാറായി, ഇനിയിപ്പോ ഈ ഡ്യൂട്ടി ആരാ ചെയ്യാം. അപ്പൊ അതിന്റെ മറുപടിയിലാണ് പറഞ്ഞത്, വസയകൂനു ഖുലഫാഉ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഖലീഫമാർ വരും, എന്റെ പ്രതിനിധികൾ വരും. ഫയക്സുറൂൻ, അവര് ഖിയാമത്ത് നാൾ വരെ ഒരുപാടുണ്ടാവും. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പ്രതിനിധികളായി വരുന്ന മശായിഖന്മാർ, ഔലിയാക്കന്മാരൊക്കെ ഓരോ നബിയുടെ വാരിസീങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ നബിയുടെ ഖദമിലായിരിക്കുമല്ലോ, ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓരോ വലികളും എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നവർ. പല അമ്പിയാക്കളുടെയും ഖദമിൽ ഔലിയാക്കന്മാർ വരും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖദമിലുണ്ടാവും, ഈസ നബി അലൈഹി സ്വലാമിന്റെ ഖദമിലുണ്ടാവും. എന്നാൽ അതിലേറ്റവും പൂർണ്ണരായി വരുന്നവർ നേരെ അൽ അഖ്താബുൽ മുഹമ്മദിയൂൻ എന്ന് പറയുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ വാരിസീങ്ങളായി വരുന്നവർ.
അവരേറ്റവും മഹത്വമുള്ളവരായിരുന്നു. അങ്ങനെ വന്നവരാണ് മഹാനരായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ വന്നവരാണ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖുദ്ദസല്ലാഹു. ഉന്നതരായ മശായിഖന്മാരൊക്കെ ആ വഴിയിൽ വന്നവരാണ്. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ സ്വഹാബത്ത് തന്നെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ റസൂൽ തന്നെ പറഞ്ഞു തരണം. ഇതുപോലെ തന്നെ ഉന്നതരായ മശായിഖന്മാര് സംസാരിക്കുമ്പോൾ അവർ അവരുടെ ഇസ്തിലാഹ് അനുസരിച്ച് സംസാരിക്കും, അവർ അവരുടെ മഖാമിൽ നിന്നുകൊണ്ട് സംസാരിക്കും. ആ സംസാരത്തിന്റെ വിശദീകരണം അവര് തന്നെ പറയണം, അല്ലെങ്കിൽ അവരെ ഖദമിലുള്ളവർ പറയണം, അല്ലെങ്കിൽ അവരെ പോലെയുള്ളവർ പറയും. അല്ലാത്തവർ അതിനർത്ഥം വെച്ചാൽ തീർച്ചയായും അപകടത്തിൽ പിന്നാലെ അർത്ഥം വെച്ചാൽ ഉണ്ടാവും. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ വളരെ അതിക്കൊക്കെ എല്ലാവരും ചെല്ലും. വജ്ജിഹ് കലാമൽ ഖൗമി എന്നൊക്കെ സാധാരണ പാടും. സൂഫിയാക്കളെ വാക്ക് നന്നായി വിശദീകരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വിശദീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഫത്തുൽ മീൻ അർത്ഥം വെക്കും പോലെ തന്നെ മശായിഖുമാരെ ഖൗലും അർത്ഥം വെക്കും. നേർക്ക് നേരെ അർത്ഥം വെക്കുക, കുടുങ്ങാൻ ഇങ്ങോട്ടും പൊണ്ണിണ്ടാവില്ല. അതിനാണ് മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. ഷഅറാനി ഇമാം ഹിജ്റ 900 വന്ന ആളാണ്. അവരെ ഒരു കിതാബ് നമ്മളൊക്കെ നോക്കുന്നതാണ്, തബഖാത്തുൽ കുബ്ര. അതിന്റെ ആദ്യ ഭാഗത്ത് മുമ്പ് പറയുന്നുണ്ട്, വസമിഅതു ശൈഖി വമൗലായ അബാ യഹ്യ സക്കരിയ അൽ-അൻസാരി ശൈഖുൽ ഇസ്ലാം യഖൂൽ ഇദാ ലം യകുൽ ലിൽ ഫഖീഹി ഇൽമുൻ ബി അഹ്വാലിൽ ഖൗമി വസ്തിലാഹാതിഹിം ഫഹുവ ഫഖീഹുൻ ജാഫിൻ വകുൻതു അസ്മഉഹു കസീറ. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അത് വളരെ അടിസ്ഥാനാണ് ഇതിൽ. എന്താണ് ആ പറഞ്ഞത്? ഇദാലം യകുല്ലിൽ ഫഖീഹി, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന് ഇല്ലാതെ പോയാൽ, ഇൽമുൻ ബി അഹ്വാലിൽ ഖൗം, അൽ ഖൗം എന്ന് പറഞ്ഞാൽ മശായിഖന്മാര്, സൂഫിയാക്കൾ, സൂഫിയാക്കളുടെ അഹ്വാല് കൊണ്ടുള്ള ഇൽമ് ഇല്ലാതെ പോയാൽ, വസ്തുലാഹാത്തിഹിം, അവരുടെ ഇസ്തുലാഹ് കൊണ്ടുള്ള അറിവും ഇല്ലാതെ പോയാൽ, ഫഹുവ ഫഖീഹുൻ ജാഫിൻ, ഉള്ളു പൊള്ളയായ ഒന്നുമില്ലാത്ത പൊട്ടനായ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയേണ്ടി വരും. അങ്ങനെയുള്ള പണ്ഡിതനാണവൻ എന്ന് മഹാനവറുകൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. ഞാനത് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവിടെ രണ്ട് കാര്യമാണ് ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞത്. ഒന്ന് ഇസ്തിലാഹാത്ത് അറിയണം, മറ്റൊന്ന് അഹ്വാലുകൾ അറിയണം. ഇത് രണ്ടും ഒരു പണ്ഡിതന് അറിഞ്ഞിരിക്കണം. പണ്ഡിതൻ ഇത് അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും മശായിഖന്മാരിൽ അവന്റെ വിശ്വാസം നഷ്ടത്തിലാവും. ഇസ്തിലാഹുൽ ഖൗം എന്തിനാ വേണ്ടത്? അവരുടെ സംസാരങ്ങൾ. ഇപ്പൊ മഹാനരായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ അവരുടെ ഇസ്തിലാഹാത്ത് കൊണ്ട് മനസ്സിലാക്കണം, അവരുടെ അഹ്വാല് കൊണ്ട് മനസ്സിലാക്കണം, അവരുടെ പ്രവർത്തനങ്ങളെ. എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് അവിടെ ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നുണ്ട്, കുല്ലുൻ അൻ മഖാമിഹി യതകല്ലം, കുല്ലുൻ അൻ മഖാമിഹി യതകല്ലം. ഏതൊരു മഹാനും അവര് സംസാരിക്കുന്നത് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്, ആ മഖാമിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് അവര് നടത്തുന്നത്. ആ മഖാമിനെ കുറിച്ച് അറിയുന്ന, അവരുടെ ആ ഇരിക്കുന്ന വഴിയെ കുറിച്ച് അറിയുന്ന, ഇസ്തുലാഹ് അറിയുന്ന, അഹ്വാൽ അറിയുന്ന ഒരാൾക്കല്ലാതെ ഒരിക്കലും അവരുടെ വാക്കിനെ വിശദീകരിക്കാൻ കഴിയില്ല
ഇതില്ലാതെ ഒരു വലിയന്റെ വാക്കിനെ മനസ്സിലാക്കിയാലോ അത് വലിയ അപകടത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഇത് രണ്ടും ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ അറിയുമോ? മശായിഖന്മാരെ വഴിയിൽ ചേരണം. ഞാനിത് ഇവിടെ വേള് പറഞ്ഞപ്പോ എന്നോട് ഉസ്താദ് പറഞ്ഞു, എന്നാ പിന്നെ അതിന്റെ കിതാബ് ഏതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞെന്നൊക്കെയോ നോക്കാലോ. ഇസ്തിലാഹും അഹ്വാലൊക്കെ കിട്ടുന്ന ഒരു കിതാബ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതിയല്ലോ. അതങ്ങനെ നോക്കിക്കണ്ടാക്കാൻ കഴിയുന്ന സംഭവമേ അല്ലേ. അത് തന്നെ ഓരോ ഇസ്തിലാഹ് ഓരോ വഴിയിലുണ്ടാവും. എല്ലാം ഒരു വഴി തന്നെ. പക്ഷെ ഓരോ മശായിഖന്മാരെ ഹദറത്തിലും അവരുടേതായ ഇസ്തിലാഹാത്തുകളുണ്ട്. അത് അവരോട് സുഹബത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. സുഹബത്താണ് ഏറ്റവും വലുത്. സ്വഹാബി എന്നുള്ള പേരെന്നെ അതല്ലേ. ആരോടുള്ള സുഹബത്താണ്, സഹവാസാണ് മുത്തു റസൂല്. അപ്പൊ ഒരു മഹാൻ സംസാരിച്ചാൽ ആ മഹാന്റെ ആ വാക്ക് എങ്ങനെ മനസ്സിലാക്കണമെന്ന് അവരോട് സുഹബത്തുള്ളവർക്ക് അത് തിരിയൂ. ഇന്നിപ്പോ ഈ വിമർശിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ ശൈഖിന്റെയും സുഹബത്തുണ്ടാവും. ഈ ലോകം അവർ കാണുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. അതിന് വേറെ തെളിവൊന്നും വേണ്ട, നമ്മൾ തന്നെ മതിയിട്ടോ. കാരണം പണ്ട് നമ്മൾ ത്വരീഖത്തും പഠനമൊക്കെ ക്ലാസ് എടുത്തി. ഞാൻ അന്ന് നമ്മൾ മനസ്സിലാക്കി ത്വരീഖത്ത് എന്ന ഇതിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ സംഗതിയാണ്. ത്വരീഖത്തിൽ ആദ്യം വേണ്ടത് ഒരു ശൈഖല്ലേ. ആ ശൈഖിന്റെ കൂടെ നടന്നിട്ട് അവരെ അഹ്വാല് മനസ്സിലാക്കി അതിൽ നിന്ന് പ്രവർത്തനം പഠിക്കണം. അവരെ വാക്കുകളെ വിശദീകരിക്കണമെങ്കിൽ അവരെ ഇസ്തിലാഹ്, സൂഫിയത്തിന്റെ ഇസ്തിലാഹ് തിരിഞ്ഞിട്ട് തന്നെ ആവൂല. ഓരോ മശായിഖന്മാർക്കും പ്രത്യേകം ഇസ്തിലാഹാത്തുകൾ. അതാണ് ഇമാം ഷഹറാനി പറഞ്ഞത്. അത് അറിയാത്തവൻ ഒന്നിനും പറ്റാത്ത കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ഓ അങ്ങനെ വിമർശിച്ചുകൊണ്ടേ എന്ത് കേട്ടാലും വിമർശിക്കാലോ. പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനത്തെ വർത്താനല്ലേ ഓല് പറയുള്ളൂ. ഓല് അള്ളയിൽ നിന്ന് സംസാരിക്കുന്നവരല്ല. ഷഹറാനി ഇമാമ് തൊബഖാത്തിൽ പല മഹാന്മാരും ചരിത്രം പറയുന്നിടത്ത് രസകരമായ പല സംഭവങ്ങളും പറയുന്നുണ്ട്. അവരെ വാക്കുകളെ കുറിച്ച് പറയുന്നിടത്ത്, അവരെ കലാമുകൾ. അതില് അശൈഖ് മുഹമ്മദുൽ ഹദിരി എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് പറയും. അവര് വലിയ മഹാനാണ്. കാനമിൻ അസ്ഹാബി ജദ്ദി എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഉപ്പാപ്പന്റെ അസ്ഹാബിൽപ്പെട്ട ആളാണ്. വലിയ വലിയ മഅരിഫത്തുകളൊക്കെ പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് കാണാം. ഒരു ദിവസം മഹാനവറുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, എന്തായാലും ഇന്ന് നിങ്ങള് ഖുത്ബോധണം, നിങ്ങൾ തന്നെ ഖുത്ബോധണം. അപ്പൊ മഹാൻ പറഞ്ഞു, അന്നത്തെ ഖുത്ബ ഞാൻ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ പള്ളിയിൽ കയറിയിട്ട് മുമ്പൊരു ഖുത്ബ തുടങ്ങി. ആദ്യം തന്നെ അന്തും സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാണ്. അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് ആവർത്തിച്ചു പറഞ്ഞു. തൊബഖാത്തിൽ പറയുന്നതാണ്, നേരെ അർത്ഥം വെച്ചു ആൾക്കാർ. അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ ഇലാഹില്ല അലൈഹി സ്വലാത്തു വസ്സലാം. ആകെ പ്രശ്നമായ ആളുകൾ പറഞ്ഞു, ഈ കാഫിറായിനെ ഇറങ്ങി ഇനി ഖുത്ബ ഓതിയിട്ട് കാര്യമില്ല, ആള് കാഫിറായി പോയിന്. കാഫിർ വേഗാവോലും. അപ്പൊ കാഫിറായി പോയിനി എന്ന് പറഞ്ഞു. മൂപ്പരെന്ത് ചെയ്ത് ഇറങ്ങി വന്നിട്ട് വാളും കൂരിന്നാണ്. ഏതായാലും കാഫിറായില്ല, എല്ലാത്തിനും ശരിയാക്കി തരാൻ പറഞ്ഞു. എല്ലാരും ഓടിയെന്നായിരുന്നു. പള്ളിയിൽ ഒറ്റ കുട്ടി ഉണ്ടായില്ല. അതിൽ പറയുന്നു ഫഹറബന്നാസു കുല്ലുഹും മിനൽ ജാമിഅ, എല്ലാരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി. മുഴുവൻ ആളുകൾ ഓടി. അങ്ങനെ മൂപ്പര് അസർ വരെ അവിടെ തന്നെ ഇരുന്ന്. ഇനി ആരെങ്കിലും ഒരാൾ മാമൂം വന്നിട്ടാണ്ട് നിസ്കരിക്കാൻ ഒറ്റ മാമൂമില്ല. എല്ലാരും പള്ളിയിൽ നിന്ന് ഓടിയെന്നാണ്. ഒരാൾ ആ പള്ളിയിലേക്ക് കടക്കാൻ തന്നെ ധൈര്യം ഉണ്ടായില്ല. അങ്ങനെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞ അപ്പുറത്തെ മഹലിൽ നിന്ന് വരുന്നു, ഞങ്ങളെ പള്ളിയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു, ഇബ്ലീസ ഇലാഹ് എന്നൊക്കെ പ്രഖ്യാപിച്ചൊരു ഖത്തീബ് ആയിരുന്നു, ആകെ പ്രശ്നമായി, പള്ളിയിൽ ആരും കഴിഞ്ഞു, ഒരു വാളായിട്ട് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറയുന്ന ആരാ? അഹമ്മദുൽ പിന്നെ ഈ പറയുന്ന മുഹമ്മദുൽ ഹദിരി എന്ന് പറഞ്ഞ മഹാനാണോ?
ഞങ്ങളെ പള്ളിയിൽ മൂപ്പറയുന്നു ഖത്തീബ്. അപ്പൊ വേറൊരാൾ വരും, ഞങ്ങളെ പള്ളിയിൽ മൂപ്പറയുന്നല്ലോ ഖത്തീബ്. അപ്പൊ നോക്കുമ്പോ ഒരുപാട് പള്ളിയിൽ മൂപ്പരാന്ന് കുത്തുക. എങ്ങനെ ഓതിന്നുള്ളാവല്ലോ, ചിലപ്പോ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് ഷെഹറാനിമാൻ പറയുന്നുണ്ടായി, ഇപ്പൊ എന്താ തെറ്റ്, അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് എന്ന് പറഞ്ഞ മൂപ്പര് ആൾക്കാരെങ്ങനെ മിമ്പറിൽ പോയി നോക്കിയപ്പോ എല്ലാരും ഇബ്ലീസ് പറഞ്ഞ പോലെ ജീവിക്കണോല. അള്ളാഹ് പറഞ്ഞ ആരും ജീവിക്കണില്ലല്ലോ. അതാ ഓരോടാ പറഞ്ഞത്, അഷ്ഹദു ഞാൻ സാക്ഷ്യം അല്ലാ ഇലാഹ ലക്കും, നിങ്ങൾക്കും ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിപ്പെടുന്ന ആരുമില്ല ഇബ്ലീസ് അല്ലാതെ. എല്ലാരും ഇബ്ലീസിന്റെ ആൾക്കാരാണ്. അലൈഹിസ്സലാം, ഓന് വേണ്ടിയിട്ടാണ് നിങ്ങളെ നിസ്കാരം വസ്സലാം, ബാക്കി സലാം പറയും നോമ്പ് വെൽക്കണു ഒക്കെ ഓന്റെ മേലിലെടുത്തിട്ടാണ്. ഒക്കെ ഇഖ്ലാസ് ഇല്ലല്ലോ, റിയാ അല്ലേ ഉള്ളൂ. അപ്പൊ നിസ്കാരവും നോമ്പും സലാമും സലാത്തൊക്കെ ഓന്റെ പേരിലാണ്, ഓനും നിങ്ങളായിട്ടാണ് ബന്ധം. ഞങ്ങൾ ഇങ്ങനെയല്ല എന്നാണ് പറയുന്നത്. സംഗതി വളരെ കൃത്യമാണ് മുതൽ പറഞ്ഞത്. പക്ഷെ ആ വാക്കിനെ ആളുകൾക്ക് മനസ്സിലായില്ല. നേരെ അർത്ഥം വെച്ചു കൊടുത്തത് ഫഖാലന്നാസു കഫറ, മൂപ്പര് കാഫിറായി, ഇവര് ശരിയില്ല എന്നാ മൂപ്പര് പറയണത്. എന്നിട്ട് മൂപ്പരെ പിടിച്ചെന്താക്കി, കാഫിറുവാക്കി. അങ്ങനെ ഈ മശായിഖന്മാരുമായിട്ട് സംസാരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരവരെ ഇസ്തിലാഹിൽ നിന്നുകൊണ്ട് സംസാരിച്ച ഒരുപാട് കാര്യം. ഞാന് മശായിഖന്മാരുമായിട്ടുള്ള ബന്ധത്തില് പിന്നെ നമ്മളെ ശൈഖുനാന്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോ അഹ്മദ് തിജാനി തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, റളിയല്ലാഹു അൻഹു. അവരെ ചരിത്രങ്ങള്, അവരെ സ്വലാത്തുൽ ഫാത്തിഹ്, ഇങ്ങനെ. അപ്പൊ അതിന് കിതാബുകൾ നോക്കാൻ പറയും. അവരെ കുറിച്ച് പറയാൻ തൊബഖാത്ത് ഷാദിലിയൊക്കെ പ്രത്യേകമായിട്ട് നമ്മളത് അഹ്മദ് തിജാനി തങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് ധാരാളം. അപ്പൊ ആ പഠനത്തിൽ നമ്മൾ അന്ന് കണ്ട പല സംഗതി ഉണ്ടാവും. എന്നിട്ട് ഇപ്പൊ മശായിഖന്മാരെ ഖൗലിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രഭാഷണം നടത്തുന്ന ആളുകളെയും നമ്മൾ കേൾക്കും. കാരണം അതെന്തായാലും കേൾക്കേണ്ടി വരുമല്ലോ, ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു അസുഖം ഉണ്ടാവും. എന്ത്? അവരെ കലാമിനെ നേരെ അങ്ങോട്ട് എടുക്കും, ഓല ഭാഷയിൽ അങ്ങോട്ട് അർത്ഥം. ഇപ്പൊ മഹാനരായ അഹ്മദ് തിജാനി തങ്ങൾ ഒരാൾ എഴുത്തറാൾ ചെയ്യാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരാളന്നെ. മൂപ്പരുടെ കലാമുകളിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് പലരും പറയാറുണ്ട്, അക്കൂട്ട് വഹാബികളാണല്ലോ മനസ്സിൽ. അതിലൊന്ന് പറയുന്നത്, എന്റെ ഈ വഴി ഞാൻ നേരെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാണ്, എനിക്ക് നേരിട്ട് കിട്ടിയതാണ് എന്ന് ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവൂന്നാണ്. അതായത് നമ്മൾ ചെറുതാവാണ്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് നേരെ കിട്ടിയാൽ അതാരും സ്വീകരിക്കൂല. കാരണം നമ്മൾ നേരെ ബന്ധമല്ലല്ലോ. ഇത് പറയുന്നത് ഞാനല്ലല്ലോ അത്, അല്ലെങ്കിൽ വെറും ഒരു മുഷാവറ ആളല്ലല്ലോ ഈ പറയുന്നത്. ഇതാരാ പറയുന്നത്? ഇത് അൽ ഖുതുബുർ റബ്ബാനി എന്ന് ലോകം വിധിയെഴുതിയ അൽ അഖ്താബുൽ മുഹമ്മദിയൂൻ എന്ന് പറയുന്ന നേരെ മുഹമ്മദി പവറിൽ വന്ന ഏറ്റവും ഉന്നത വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന ഒരു കലാം. അവിടെ എഴുത്തിറാള് ചെയ്യുന്ന എങ്ങനെ നേരെ കിട്ടുക എന്നാണ്. ഇവര് ജീവിതത്തിലൊന്നും നേരെ കിട്ടിയിട്ടില്ല. ആ പ്രശ്നം ഒരു സ്വപ്നം പോലും കിട്ടിയിട്ടില്ല. സ്വപ്നത്തിൽ തന്നെ പിശാചി വരുന്ന കാലം. റസൂലാന്ന് പറഞ്ഞ് പിശാചി വരുന്ന പറഞ്ഞു. ഞാന് നോക്കിയപ്പോ സത്യത്തിൽ ഞാന് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ മുഴുവനും അവരെ കുറിച്ച് പറഞ്ഞ മദ്ഹിൽ മുബാശറത്തൻ കിട്ടി എന്നതേ കിതാബിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. അവരെ സംബന്ധിച്ചു പറയുന്നിടത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. മഹാനായ അഹ്മദ് തിജാനി തങ്ങളെ സംബന്ധിച്ച് ഞാൻ കിതാബ് എടുക്കാനൊന്നും പറഞ്ഞല്ലോ കേട്ടോ. ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞപ്പോ കിതാബ് എടുത്തതന്നെ ഉള്ളൂ. ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മശായിഖന്മാരുടെ ഖൗലുകളെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് വലിയ അബദ്ധം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനാണ്
നമ്മുടെ ഇമാം ഷഹറാനി തങ്ങളുടെ ഖൗല് ഞാൻ കൊണ്ടുവന്നത്. ഇതില് തബഖാത്തു ഷാദുലിയയിൽ 188 പേജിൽ മഹാനരായ അഹ്മദു തിജാനി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കാണാം, ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം വായിക്കും. ഇതിപ്പോ തൽക്കാലം ബല് മാത്രം പഠിച്ച സംഭവം എന്നല്ലല്ലോ. അതിൽ മഹാൻ പറയാണ്, അൽ ഖുതുബുർ റബ്ബാനി സയ്യിദുന വ മൗലാന ഖുതുബു ദായിറത്തി തസ്രീഫ് മൗലായ സയ്യിദി അഹ്മദു തിജാനി അൽ മഗ്രിബി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരെ സംബന്ധിച്ച് പറഞ്ഞ അവരെ ഉന്നതമായ സ്ഥാനം, അവര് ജനിച്ച വിവരമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞ അവസാനം പറയുന്ന നോക്കുക. അവസാനം തന്നെ പ്രത്യേക ഭാഗത്ത് വജ്തമഅ ബിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖദ അൻഹു മുബാശറതൻ. അങ്ങനെയാണ് തിജാനി തങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ വജ്തമഅ ബിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഖ്ലതൻ തന്നെ ഇജ്തിമാ ഒരുപാടുള്ള മഹാനാണ് മഹാനരായ അൽ ഖുതുബുർ റബ്ബാനി സയ്യിദ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. വഅഖദ അൻഹു മുബാശറതൻ, വാങ്ങേണ്ടതൊക്കെയും നേരിട്ട് വാങ്ങിയവരാണ് അവർ. ബിലാ വാസിത്വത്തിൽ, അവിടെ ഇടയ്ക്കൊരാൾ ആവശ്യമില്ലല്ലോ, നേരിട്ട് തന്നെയാണല്ലോ അവർ വാങ്ങുന്നത്. അപ്പൊ ഈ ആളുകൾക്കും മഹാന്മാർക്കും ഒന്നും തിരിയാത്തതാണ് ഇപ്പൊ അവർക്ക് തിരിയാൻ പോകുന്നത്. ഇനി മഹാനരായ യൂസുഫുൻ നബഹാനി എന്ന് പറയുന്ന ഒരു മഹാനുണ്ടല്ലോ, അവരെ കിതാബ് സഅദാത്തുദ്ദാറൈൻ നമ്മളൊക്കെ നോക്കുന്ന കിതാബാണ്. സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ ധാരാളം സ്വലാത്തുകളെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് മഹാനവറുകളെ സ്വലാത്തുകൾ പറയുന്നുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ അടക്കമുള്ള പല സ്വലാത്തുകളും ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്വലാത്തിനെ കുറിച്ച് യൂസുഫുൻ നബഹാനി പറയാണ്, ലഖറു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖനഹും ഇയ്യാഹാ യഖ്ലതൻ, ലഖനഹും ഇയ്യാഹാ ലിയഖ്ലതൻ. ഈ സ്വലാത്തുകളൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് അവർക്ക്. എന്നിട്ട് അതിൽപ്പെട്ട മശായിഖന്മാരെ എണ്ണീറ്റ് മുമ്പ് പറഞ്ഞു, കസയ്യിദി അഹ്മദ് തിജാനി ഖദ്ദസല്ലാഹു സിർറഹു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മശായിഖന്മാരായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ചെറിയ കാര്യത്തെ പോലും എഴുത്തിറാത് ചെയ്യാണല്ലോ. എന്നിട്ട് ചോദിക്കാൻ നേരിട്ട് എങ്ങനെ ഇത് കിട്ടുക? ഒരു പിടുത്തം കിട്ടണില്ല. കാരണം ഒരു മുത്തസിലായ സനത് വേണ്ടെന്നാ ചോദിക്കണം. നേരിട്ട് തന്നെ കിട്ടുമ്പോ പിന്നെന്താ സനദിനവിടെ നേരിട്ട് തന്നെ കിട്ടല്ലേ? നേരിട്ട് കിട്ടുമ്പോ പിന്നെ അവിടെ സനദിന് പ്രസക്തി തന്നെ ഉണ്ട്. സനദ് ഇലാ റസൂലില്ലാ തന്നെ സനദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവർക്ക് ഇപ്പൊ എന്താ സംഭവിച്ചാൽ അത് തസവൂറാണില്ല. ഒരു ബിദ്അത്തിന്റെ ആശയം ഉള്ളിൽ കടന്നുകൊണ്ട് എങ്ങനെ ഡയറക്റ്റ് കിട്ടുന്നതാണ് അത് മനസ്സിലാകുന്നില്ല. ഇപ്പോ നമ്മളെ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നിടത്ത് വഅദ് പറയാൻ സമ്മതം കൊടുക്കാൻ വേണ്ടി ആര് വന്ന്? മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവം പറയുന്നുണ്ട്. അപ്പൊ നേരെ തന്നെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോനെ എന്താ വഅദ് പറയാത്തെന്ന് ചോദിച്ചു. വഴിയില് പിന്നെ നേരെ വായയിൽ തുപ്പിക്കൊടുത്ത സംഭവം. അപ്പോ ഈ സംഭവം പറഞ്ഞപ്പോ ഇന്നത്തെ ഇപ്പറഞ്ഞ ആലിമിന് ഈ പറഞ്ഞ ആളുകൾക്ക് പറഞ്ഞു മനസ്സിലായില്ല. എന്നിട്ട് അതിനെ അവർ വിശദീകരിച്ചത് സ്വപ്നത്തിൽ നടന്ന സംഭവമാണ്. നേരിട്ട് തുപ്പിക്കൊടുക്കുക എന്നാൽ തിരിയുന്നില്ല. എന്തോ ഒരു പ്രശ്നം അവിടെ ഉള്ള പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മഹാന്റെ വാക്ക് വിശദീകരിക്കണമെങ്കിൽ
അവരുടെ ഇസ്തിലാഹും അവരേതു മഖാമിൽ നിന്നുകൊണ്ട് അത് സംസാരിക്കുന്നു എന്നും നോക്കണം. ഒരു ഉദാഹരണം കൂടി പറയാം. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമാണ്. അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനെ ഇഅ്തിറാദ് ചെയ്തതിൽ അവരുടെ വാക്കുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. അതെന്താ? ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ളതൊക്കെയും എന്റെ മദതിൽ നിന്നാണ് എന്ന് സയ്യിദുന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് മറ്റൊരു വിഷയം. അത് തീരെ മനസ്സിലാണില്ല. കാരണം ആദം നബിന്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ മദതും അവരിൽ നിന്നാണ് എന്നാണോ പറയുന്നത്. ഇനി അവര് കാണാത്ത ചില കലാമുകളുണ്ട്, അവർ കണ്ട അതിലേറെ ഇൽമ പഠിച്ചു കാര്യം. പിന്നെ അവരെ ജവാഹിറിലൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഖബ്ല സുഹാബിന ഇല്ലാ സുഹാബുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനരായ സയ്യിദുന അഹ്മദ് തിജാനി ഖദ്ദസല്ലാഹു അവരങ്ങനെ തന്നെ സംസാരിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞിട്ടും പോലെ വിശ്വസിക്കണമല്ലേ ഓൽക്ക് ആവശ്യമുള്ളൂ. നമ്മളെ മൊയ്ലിയന്മാര് വയലറണ ഔലിയാക്കന്മാര് വയലറണം എന്നാ നടക്കൂലല്ലോ. ഇപ്പൊ ഞാൻ പറയുമ്പോ എല്ലാവർക്കും തിരിഞ്ഞതേ പറയാവൂ എന്നോട് ഷർട്ടൊക്കെ. കാരണം ഞാൻ സംസാരിക്കുന്ന നിങ്ങളോടാണ്, നിങ്ങൾ എന്നോട് വേണം. അവരവിടെ ഇരുന്നിട്ട് ഇത് അവർക്ക് നിർദ്ദേശമുള്ളതല്ലേ പറയാം. വമാ ഖുൽതു ഹാദൽ ഖൗല ഇല്ലാ ഖീല ലീ ഖുൽ. അതാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ. അവരെ വ്യത്യാസം തന്നെയാണ്. അവര് സംസാരിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. ആ വഴിയിൽ വരുന്നവരൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നോക്കുങ്ങള്, ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഖബ്ല അസ്ഹാബിനാ ഇല്ലാ അസ്ഹാബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറഞ്ഞു, ആരും സ്വർഗത്തിൽ കടക്കൂല, അഹദുൻ ഒരാളും, ഖബ്ല അസ്ഹാബിനാ നമ്മുടെ അസ്ഹാബ് അഥവാ അഹ്മദ് തിജാനി തങ്ങൾ കബൂൽ ചെയ്ത അസ്ഹാബ് കബൂൽ ചെയ്യണം. അല്ലാഹു അതിലേക്ക് എത്തിച്ചേരട്ടെ. ആ അസ്ഹാബ് സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് ആരും കടക്കൂല. ആരല്ലാതെ? അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും തീരെ തിരിയില്ല. കാരണം എന്താ അറിയാം, അഹ്മദ് തിജാനി തങ്ങൾ 1000-ന് ശേഷം വന്നാണല്ലോ ശരിക്കും. അപ്പൊ അത്രയും കാലം ആൾക്കാരുണ്ടല്ലോ. അപ്പോ പിന്നെ ഇവരുണ്ട്, ഇവര് ഏതായാലും സ്വർഗത്തിലാന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. അതാണ് ഓല് പിന്നെ അവിടുന്ന് ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്. സ്വർഗമൊന്നും നേരെ. ഞാനൊക്കെ ഈ പണ്ട് വാഴ് പറയുമ്പോ നമ്മൾ പറയുമല്ലോ, പിന്നെ വാഴും പ്രസംഗവും സംഘടനാ പ്രവർത്തനമൊക്കെ എന്തിനാ? നിന്നെ കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിലായാൽ അതാണ് ദുന്യാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറ്. നിന്നെ കൊണ്ട് വേറെ ആൾ ഹിദായത്തിലാണെന്നാ പറയുന്നത്. നമ്മളെ ഹിദായത്ത് അവിടെ ചർച്ചയില്ല. വേറെ ആൾ ഹിദായത്തിലായാൽ ആദ്യം ആ സാധനം നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോ എന്റെ ഷെയ്ഖുനാന്റെ അടുത്തെത്തിയപ്പോ ഞാൻ ഈ അത് ഹിദായത്തിലാകണ്ടേ, എന്നിട്ടല്ലേ ഇത് വേറെ ആളെ ഹിദായത്തിലാക്കുക. അവിടെ ആദ്യം ഒന്ന് ഹിദായത്തിലാകാൻ നോക്ക്, എന്നിട്ട് മതി എന്ത് വേറെ ആളെ ഹിദായത്തിലാക്കുക. അപ്പൊ എന്തൊക്കെയോ ഭാവിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ പ്രശ്നമായി. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആദം നബി. അപ്പോ ഞാന് പണ്ട് വഹാബിക്ക് മറുപടി പോലും ഇത് പറയും. ഏത്? ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ഞാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാ വലിയക്കന്മാരും പറഞ്ഞു. മുഹയ്യിദ്ദീൻ ശൈഖ് നമ്മളൊക്കെ എന്തായാലും പറഞ്ഞു. വകുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതീൻ. ആ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ കണക്കൂട്ട്. എന്നാ അപ്പൊ മുഹയ്യിദ്ദീൻ ശൈഖ് ജനിച്ചേ? അപ്പൊ ഹിജ്റ 460 അങ്ങോട്ടാണല്ലോ കൂട്ടിയത്. നൂഹ് നബി എന്നോ ഉള്ളതാണ്. അപ്പൊ നൂഹ് നബിന്റെ കപ്പലിന്റെ മുകളിൽ ഇങ്ങനെ ഞാൻ ഉണ്ടാകുക, അത് ശരിയായില്ലട്ടോ. അതേ ടീമല്ലേ ഇവരും. അതിനെ ഇവര് നിഷേധിക്കുക. എന്താ കുഴപ്പമൊന്നും ചോദിക്കണോലാണ് ഇത് ചോദിക്കണത്. എങ്ങനെ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ അഹ്മദ് തിജാനി തങ്ങളെ മദതിലാകാം? ചിലപ്പോ അതിന്റെ അപ്പുറം പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവത്തിൽ തീയിലിട്ടപ്പോ
പിന്നെ അള്ളാഹ് അറിഞ്ഞ് കുല്ല യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിനോട് എയർ കണ്ടീഷൻ ആവണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അതായി എന്ന്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇങ്ങനെ പറയുമ്പോ ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത് ഹബീബായ തങ്ങളുടെ സഹായം കൊണ്ടാണെന്ന് മങ്കൂസ് മൗലിദിലും പറഞ്ഞു. ഔസുല്ലാമിന്റെ അവിടെ എത്തിയപ്പോ മുമ്പ് പറഞ്ഞു സംഭവം ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം നബിന്റെ തീ അങ്ങനെ ആവൂലായിരുന്നു. എല്ലാം കൂടി കുടുങ്ങിപ്പോയി വരാകെ, കാരണം മൊത്തം വാക്കുതാണല്ലോ വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ചിത്രം ശരിക്കും പഠിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു ഇസ്തിലാഹൊക്കെ പോട്ടെ, ഈ പറഞ്ഞത് ഏത് മഖാമിൽ നിന്നുകൊണ്ട് പറയുന്നു, അവരാര്, അവരുടെ ഇടപെടൽ എന്ന് തുടങ്ങി, അതൊന്ന് മനസ്സിലാക്കിയാൽ തീരുന്നേ ഉള്ളത്. ഇപ്പൊ നമ്മള് മഹാനരായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവര് വന്നത് ഹിജ്റ 1000 ശേഷം എന്നാ പറഞ്ഞല്ലോ. ഔസുല്ലാഹം വന്ന് 400 ശേഷമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് 1500 കൊല്ലമായിട്ടുള്ള. അതിനു മുമ്പ് ലോകം ഒരുപാടുണ്ട്. എന്നാൽ ഈ ആലമു ദുനിയാറിന ലോകത്തിന് മുമ്പ് ഇവിടെ ഒരു ആലമില്ലേ? മില്ലതുന്ന ആദമെന്നാളും ഒരു പറഞ്ഞ്, അതിന് മുമ്പ് തന്നെ പോലെ ഉണ്ടല്ലോ. ആലമുൽ അർവാഹ് പറഞ്ഞ ലോകമില്ലേ ഇവിടെ? ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞ ലോകത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല അല്ല പറഞ്ഞു. അലസ്തു ബി റബ്ബിക്കും ഞാൻ ചോദിച്ചിരുന്നു വന്നിട്ട് പറഞ്ഞു. ആ ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹിന്റെ പ്രതിനിധികളെ കിട്ടുവൽക്കല്ലേ ആ ചോദ്യം നേരിട്ട് കിട്ടുക. ആലമുൽ അർവാഹിന് മുമ്പ് ആലമുൽ അൻവാർ പറഞ്ഞൊരു ലോകല്ലേ? അൻവാറുകൾ മാത്രമുള്ള ലോകം, വിലായത്തിന്റെ അഹിലുകാർ മാത്രം. അതിനു മുമ്പ് ആലമുൻ നൂനില്ലേ? ഏതെല്ലാം ആലമുകൾ കഴിഞ്ഞുപോയി. അപ്പൊ പിന്നെ ഔസുല്ലാഹും അലൈഹി അഹ്മദ് തിജാനി തങ്ങളോ അവരെ മദദ് തരാൻ അവർ ഈ ലോകത്തേക്ക് വന്നതിന് ശേഷമുള്ള സംഭവം അത്. വലക്ക മഹിയദ്ദിമാരെ പാടുന്നുണ്ട്. ബാവാ മുദൂവിന്ന് കുത്തുബായി വന്നവർ. അപ്പൊ ജനിക്കടിന് മുമ്പ് തന്നെ കുത്തുബാന്ന് പാടുന്നവർക്കാണ് ഇപ്പൊ ഈ സംശയം വരുന്നത്. അപ്പൊ ഒരു കാര്യം പഠിച്ചാ പോരായിന്, അവര് ആലമുദ്ദുന്നയിൽ ജനിക്കുക എന്നതല്ല അവരുടെ തുടക്കം. അവരവിടൊക്കെ ഉഷാറായി നിൽക്കണോലല്ലേ. അതാ ഒരു പറഞ്ഞ് ഞങ്ങൾ ആലമുൽ അർവാഹിൽ നിന്നപ്പോ എന്റെ വലതുഭാഗത്ത് ആരാന്ന് എനിക്കറിയാം. തബഖാത്തിൽ പറയുന്നുണ്ട്, അഹ്മദ് ദസൂഖി തങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് എന്റെ വലതുഭാഗത്താരാണ്, ഇടതുഭാഗത്താരാണ്, ആലമുൽ അർവാഹിൽ ആരാണ്, ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ മുരീദുമാരെ ഞാൻ അന്നേ തർബിയത്ത് ചെയ്യുന്നുണ്ട് എന്നാണ്. എന്നാ അവലൊന്ന് പറയട്ടെ. ഏറ്റവും വലിയ പ്രസിഡന്റ് തന്നെ ക്യൂബരോട് ചോദിച്ചു, ആലമുൽ അർവാഹിൽ നിങ്ങളെ വലതുഭാഗത്ത് അറിയുന്നു? മൂപ്പർക്ക് ആലമുൽ അർവാഹിന്റെ ഓർമ്മ ഉണ്ടാവില്ല. ആലമുൽ അർവാഹിൽ നമ്മൾ ആയിരക്കണക്കിന് കൊല്ലണ്ടായിട്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഓർമ്മയില്ലല്ലോ. നമ്മളായതുകൊണ്ടാണ്. ഓൽക്കത് കറക്റ്റ് ഓർമ്മ ഉണ്ട്. അപ്പൊ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ മദദ് തുടങ്ങുന്നത് ആലമുദ്ദുന്യയിൽ വന്നതിന് ശേഷമല്ല. പിന്നെ അവരാരാണ്? അവരേത് ഖദമിൽ വന്നവരാണ്? അവരുടെ ഇരിക്കുന്ന മഖാം ഏതാണ്? അതേറ്റവും ഉന്നതായി അൽ അഖ്താബുൽ മുഹമ്മദിയൂൻ എന്ന് പറയുന്ന മുഹമ്മദി പദവിയിൽ നേരിട്ടിരിക്കുന്ന ആളുകളാണ് അവർ. നേരെ ഞാൻ മുത്തു റസൂലിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് അവർ പറയുന്നത് ആദം നബി മുതൽ മുഴുവനും എന്റെ മദദിലാണ്. കാരണം എന്താ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ തന്നെ ആരുണ്ട്? അഹ്മദ് തിജാനി തങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു സംശയം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് ഉണ്ട്, അതിലിപ്പോ സംശയം. റസൂലുള്ളാഹിന്റെ മദദ് തന്നെയാണോ ഇത് എന്നുള്ളതിൽ തന്നെ സംശയമായിപ്പോയി. അപ്പൊ നമ്മള് അവിടെ കൃത്യമാക്കി. നബി സ്വല്ലല്ലാഹു മശായിഖന്മാര് നമുക്ക് പറഞ്ഞെന്ന് മുഹമ്മദിയ്യ എന്ന് പറയുന്ന ഹഖീഖത്തുൽ മുഹമ്മദിയ്യയുടെ മദദിലാണ് ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും. ആ പറഞ്ഞതിലുണ്ട്, ആ വഴിയിൽ വരുന്ന ഉന്നതരൊക്കെയുണ്ട്, അതിലുണ്ട് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അവർക്കത് ധൈര്യമായിട്ട് പറയാം.
എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഹബീബായ തങ്ങളുടെ അസ്ഹാബ് അവര് സ്വർഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗത്തിൽ കിടക്കുന്നത് ആരെന്നെയാണ്? ആ വഴിയിൽ വരുന്ന ഉന്നതരുടെ അസ്ഹാബ് തന്നെയാണ്. അതിലെന്താ തർക്കം? ആ വഴിയിൽ ഹഖീഖത്തിൽ എല്ലാ വലിയ ഔലിയാക്കളും ആ വഴിയിലല്ലല്ലോ. എല്ലാ ഔലിയാക്കളും മുത്തുനബിയുടെ നേരെ വഴിയിൽ വരുന്നവരല്ല. മൂസാ നബിയുടെ കദമിലുണ്ട്, ഈസാ നബിന്റെ കദമിലുണ്ട്. 1,24,000 ഔലിയാക്കന്മാരുണ്ട്. ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, ആ 1,24,000 അമ്പിയാക്കളെ കദമിലാണവർ. എന്നാൽ അതിൽ ഏറ്റവും ഉന്നതവർ, അവർ കയ്യിലെണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ. ആ മഹത്തുക്കൾ അവര് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അപ്പറഞ്ഞ പദവിയിലിരിക്കുന്ന ആളുകളാണ്. ഹബീബായ തങ്ങളുടെ അസ്ഹാബ് കഴിഞ്ഞാൽ അവരാ അസ്ഹാബ് തന്നെയല്ലേ സ്വർഗത്തിൽ കിടക്കുക. പിന്നെ ആരാ കിടക്കുക? ഒരു ശൈഖുല്ലാത്തവരോ? ആ വാക്ക് അവര് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതം. കാരണം ഹബീബായ തങ്ങളുടെ അസ്ഹാബ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നവരാ. ആരാണോ ആ വഴിയിൽ വരുന്നവർ അവരുടെ അസ്ഹാബ്. അതിൽ ഞാനുണ്ട് എന്നാണ് അഹ്മദ് തിജാനി തങ്ങൾ പറയുന്നത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതിനൊക്കെ ഇഷ്കാലാക്കിയിട്ട് നേരെ അങ്ങോട്ടാവാ. ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവം, ചില ആളുകള് ചില മശായിഖന്മാരെ വഴികളെ എതിർക്കാൻ ഈ കാലത്തുള്ള ഏതെങ്കിലും ആളുകളെ പിടിച്ച് ഓല വാക്കെടുത്ത് എതിർത്ത് പോകലുണ്ട്. അതെന്നെ ശരിയല്ല. ഇവരെ ധൈര്യം ചില്ലറയൊന്നുമല്ലല്ലോ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നേരെ അങ്ങട്ടാ പോക്ക്. ഏത് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ അക്കലാമ് ശരിയായില്ല എന്ന് ഇന്ന് വന്നിട്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്. എന്ത് ദീനാണ് ഇവിടെ വിലയിരുത്തുന്നത്? ആ കോലത്തില് ഈ ഔലിയാക്കളുടെ കലാമിനെ ബഹ്സ് ചെയ്യാൻ നിന്നാൽ ഏത് വലിയനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാം? ഇവർക്ക് ഒപ്പിച്ച് നിന്നൊടുക്കുന്ന വലിയ ആരാ? ഒറ്റ ആളെയും കണ്ടെത്താൻ കഴിയില്ല. ഔലിയാക്കളെ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി എന്താ പറയാ നമ്മള്, ഇവര് ഏതെങ്കിലും ഒരു വലിയന്റെ മഹത്വം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംഘടന പുഷ്ടിപ്പെടുത്താനും അവരെ ലാഭത്തിനുമാണ്. ഇപ്പൊ മടവൂര് ശൈഖുനായുടെ മദ്ഹബ് ബലെന്താ പറയുന്നത്? ഏതെങ്കിലും സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ പറയുന്നത്? മൂപ്പരെ കുറെ ആൾക്കാർ മഹബത്ത് വെക്കുന്നുണ്ട്, അവരൊക്കെ ഞങ്ങളെ സംഘടനയെ മഹബത്ത് വെക്കണം എന്നതിലേക്ക് വരുത്തിയിട്ട് അവരെ മതില്. എന്നാ അവരെ വാക്ക് അംഗീകരിക്കോ? അന കുത്തുബുല്ലാലം അന മുദബ്ബിറുല്ലാലം, അതെങ്ങനെ പറയാം? അത് ശരിയില്ലട്ടോ, അത് അത് ജദുബാന്നറിയാം. ഇവർക്ക് പറ്റുന്നതോ അതൊക്കെ ഹക്കീക്കത്തും അല്ലാത്തതൊക്കെ ജദുബായി. ഇതിൽ പ്രസംഗിക്കുന്ന ഒരാള് മടവൂർ ശൈഖുനന്റെ അടുത്ത് എന്നപ്പോ നിങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ടാവുന്നു, 2 പെൺമക്കൾ ഉണ്ടാവും. പിന്നീട് അയാൾക്ക് 2 പെൺമക്കൾ ഉണ്ടായി. അത് ശരിക്ക് പറഞ്ഞു തന്നെയാണ്, ജദുബൊന്നുമില്ല, കറക്റ്റാ, മൂപ്പര കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവരെ മഹത്വം പറഞ്ഞതോ അതൊക്കെ ജദുബുദ. ഇതിനാണ് ഷഹ്വത്തുൻ നഫ്സ് എന്ന് പറയാം. അവനവന്റെ ഇച്ഛക്കനുസരിച്ച് മശായിഖന്മാരെ വിധി എഴുതുക, പറയാം. നമ്മളൊറ്റ കാര്യം ഷെഹറാനിമാമ തീർത്തു പറയുന്നു, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം. മശായിഖന്മാരെ വാക്കുകളെ മനസ്സിലാക്കാനോ അവരെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനോ എന്നെ കൊണ്ട് കഴിയില്ല എന്ന അറിവാണ് ഇതിലാദ്യം വേണ്ടത്. ഇപ്പൊ ഞാൻ അഹ്സനിയായി അല്ലെങ്കിൽ ഉദവിയായി അല്ലെങ്കിൽ ഫൈസിയായി അതുകൊണ്ടൊന്നും അഹ്മദ് തിജാനി തങ്ങളെ വാക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതിന് ഓതിയ ത്വഹ്ഫിൻ നിഹായും മതിയാവൂല എന്നർത്ഥം. അത് ചിലപ്പോൾ ഒരു നാടനായ ഒരാളെക്കാരും കൂടെ ഉണ്ടാകുക. ആ ഇസ്തിലാഹ് അവരെന്നെ പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. അപ്പൊ അടിസ്ഥാനം ഏതാ? മല്ലം യകുല്ലിൽ ഫഖീഹി ഇൽമും ബി അഹ്വാലിൽ ഖൗമി വസ്തിലാഹാതിഹിം ഫഹുവ ഫഖീഹുൻ ജാഫിൻ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സൂഫിയാക്കളെ ഇസ്തിലാഹ് അറിയണം, അവരെ അഹ്വാൽ അറിയണം, അഹ്വാല് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കണം, ഇസ്തിലാഹാത്ത് കൊണ്ട് അവരെ കലാമുകളെയും വ്യാഖ്യാനിക്കണം. ഇത് രണ്ടും കിതാബൊന്നും കിട്ടൂല. ഇത് അവരെ കൂടെ സുഹബത്തിലായി ജീവിക്കണം. അപ്പൊ ഒരാള് മശായിഖന്മാരെ കൗല് ഹല്ലയാണ് ഇവനോട് ആദ്യം ചോദിക്കാനുള്ളത്, ഏത് ത്വരീഖത്തിൽ മെമ്പറാ?
ആരെ സുഹബത്തിലാ ജീവിച്ച്? ഞാൻ അങ്ങനെ സംഭവമൊന്നുമില്ല. എന്നാ നിർത്തിയേക്ക്. ഈ സംഭവത്തില് കലാമ തുടങ്ങാൻ തന്നെയുള്ള അധികാരം എനിക്കില്ല. വിമർശിക്കാൻ മാത്രമേ മശായിഖന്മാര് കിതാബ് നോക്കിയിട്ടുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫായിദക്ക് വേണ്ടി കാലം വരെ നോക്കിയില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ നടത്തും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞമ്മക്ക് അതിൽ ഒറ്റ എത്തിക്കാതല്ലോ. മഹാനരായ ഇമാം ഇബ്നു അജീബ് തങ്ങള് ബഹ്റുൽ മദീദിൽ പറയുന്നുണ്ട് തഫ്സീറിലെ, ഒരിക്കൽ മുബര ശൈഖുണ്ട് അഹ്മദുൽ ബൂസൂദി എന്ന് പറയുന്ന വലിയൊരു മഹാൻ. അപ്പോ وقد جاءني بعض من ينتسب الى العلم من اهل فاس فقال لي قد اتفقت علماء فاس على بدعة شيخكم. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇബ്നു അജീബ് തങ്ങളോട് ഫാസ് നാട്, ആ നാട്ടിലെ ആലിമീങ്ങൾ വന്ന് പറഞ്ഞു, ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? ഉലമാഉ ഫാസ്, മശാവറ, എല്ലാ മശാവറയും കൂട്ടിക്കോളി. ഫാസിലെ എല്ലാ ആലിമീങ്ങളും തീരുമാനം എടുത്തിട്ടുണ്ട്, അലാ ബിദ്അത്തി ശൈഖിക്കും, നിങ്ങളെ ശൈഖ് പേച്ച ആളാണ് എന്നിവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാറിക്കോളി എന്നാ പറഞ്ഞിരുന്നത്. അതാണല്ലോ പറയാ, ഒന്ന് മാറിക്കോളി. ഞാനിപ്പോ എന്റെ ശൈഖുനാന്റെ അടുത്ത് എത്തിപ്പെടുന്ന ഉപല് പറഞ്ഞു തന്നിട്ടാണ്, നിങ്ങൾക്ക് ഒരു കാവൽ വേണമെങ്കിൽ അവിടെ പോയിക്കോളി അതെന്നെ പറഞ്ഞാച്ചാ. അങ്ങനെ ഞാൻ പോയി ഒക്കായി. ഇവര് പിന്നെ ഈ കറാമത്ത് ഇതൊക്കെ നമ്മള് മുഹിയദ്ദീമാലൊക്കെ കണ്ട് പോന്ന് അതിനൊക്കെ തെളിവ് പറഞ്ഞു. പക്ഷെ ആ സംഭവം നമ്മൾ കണ്ടില്ലല്ലോ. ഖബറാകത്ത് നിന്ന് സലാമീനെ കേട്ടോവർ, ഖബറാകത്തുള്ളവരോട് മൊളിന്തോവർ, ഇതൊക്കെ നമ്മൾ പാടിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ ശൈഖുനാന്റെ അടുത്ത് ഒരു സിയാറത്തിന് പോകുമ്പോ നമ്മളവിടെ നിർത്തി ശൈഖുന സലാം പറയുന്നു, ഒരു സലാം അടക്കുന്നു, മണിക്കൂറുകളോളം സംസാരിക്കുന്നു. സമയത്തു ബിയുദുനയ്യ, ഞാൻ നേരിട്ട് കേൾക്കാണ്. ഞാൻ ആദ്യകാലത്തെ ഞാൻ പറയും. ഇങ്ങനെ ഒരുപാട് അനുഭവമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത പോലിനെ വിളിച്ചു പറയാം, പിന്നെ അന്ന് ഞങ്ങള് വൈക്കോളി എന്ന് പറഞ്ഞ സ്ഥലല്ലേ, അത് പേച്ചതാ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അവിടുന്ന് അതിന് മാറണം. അത് നിങ്ങളെ ഓളോട് പോയി പറഞ്ഞാൽ മതി എന്ന്. ഇന്നെ അതിന് കിട്ടൂല, കാരണം നമ്മളിത് അനുഭവിച്ചു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇവരിത് പറയും. അതാണ് അഹ്മദുൽ ബൂസൂദി എന്ന അവരെ മഹാനെ കുറിച്ച് പറഞ്ഞത്. ഇത് പഴച്ചിട്ടുണ്ട്, നിങ്ങളെ ശൈഖ് ശരിയല്ല എന്ന് ഞങ്ങളുടെ ഉലമാ മൊത്തത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. മൂപ്പര മറുപടി എന്താ അറിയോ? ആ മറുപടി അപ്പൊ നമുക്ക് പറയാനുള്ള മറുപടി, ലവിത്തഫഖ അഹ്ലുസ് സമാവാതി സബ്അ വൽ അർളീന സബ്അ അലാ അന്നഹു മിൻ അഹ്ലിൽ ബിദ്അ ലഖുൽതു അന ഇന്നഹു മിൻ അഹ്ലിസ് സുന്ന. അതാ മറുപടി. നിങ്ങൾ ഫാസിലെ പണ്ഡിത സഭയല്ലേ നിങ്ങൾ ചർച്ച ചെയ്യണം. ഫാസ് അവിടെ നിൽക്കട്ടെ. അഹ്ലുസ് സമാവാത്ത് മുഴുവനും തീരുമാനമെടുത്തു. ആകാശത്തിലുള്ള എല്ലാവരും കൂടി തീരുമാനമെടുത്തു. 7 ഭൂമിയിലുള്ളവരും തീരുമാനമെടുത്തു. എന്ത്? എന്റെ ശൈഖ് പഴച്ച ആളാണ് എന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ ആ വിവരം പറയാൻ എന്റെ അടുത്ത് വന്നാലോ കുൽത്തുഅന, ഞാൻ പറയും ഇന്നഹു മിൻ അഹ്ലിസ് സുന്ന, അവരാണ് സുന്നി, അവരാണ് ശരി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എന്തുകൊണ്ട്? അന്നി തഹഖഖതു ബി ഖുസൂസിയതിഹി കശംസ് ഫീ ഉഫുഖിസ് സമാ, ആകാശ ചക്രവാളത്തിൽ സൂര്യനെ ഉറപ്പിച്ച പോലെ ഞാൻ ഉറപ്പിച്ചതാ എന്റെ ശൈഖ്. പിന്നെ സംശയിപ്പിക്കാൻ നിങ്ങളെ പണ്ഡിത സഭക്കല്ല, ആകാശ ഭൂമിയിലുള്ള എല്ലാരും കൂടി ചേർന്നാലും അത് സാധ്യമല്ല എന്ന് ഞാൻ മറുപടി പറയുന്നാണ് മഹാനരായ ഇമാം ഇബ്നു അജീബ് തങ്ങൾ അവരുടെ അൽ ബഹ്റുൽ മദീദ് എന്ന ഖുർആനിന്റെ തഫ്സീറിൽ അവർ പറയുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളിപ്പോ അഹ്മദു തിജാനി തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മളാ വഴിയിൽ കിടക്കുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് മുബാശറത്തന്നെ അള്ളന്നെ കൊടുത്തതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നമ്മളോട് പറയാ റസൂല് നേരിട്ട് കൊടുത്തു പറയുമ്പോ പ്രശ്നമാണ്. നമ്മളെ അതിന്റെ അപ്പുറത്താണുള്ളത്. കാരണം അള്ളയോട് തന്നെ സംസാരിക്കാൻ അതല്ല അവര് പാടിയത്. ഫുആദി ഇൻദ മഹ്ബൂബി മുഖീമു യുനാജീഹി വഇൻദകുമു ലിസാനി. എന്റെ ഫുആദ്, എന്റെ ഹൃദയം എന്റെ റബ്ബുമായി സംഭാഷണത്തിലാണ്.
എപ്പോൾ വരെ എന്റെ നാവ് കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എന്റെ ഹൃദയം എന്റെ റബ്ബുമായി സംഭാഷണത്തിലാണ്. റബ്ബുമായി സംഭാഷണത്തിലല്ലാത്ത ഒരു സെക്കൻഡും എനിക്കില്ല. ഇത് പാടിയവരാണ് ഉന്നതരായ മശായിഖന്മാർ. പക്ഷെ നല്ല നല്ല ആലിമീങ്ങളുണ്ട് കേട്ടോ, എല്ലാരെയല്ല നമ്മൾ പറയുന്നത്. മശായിഖന്മാരോട് സഹവസിച്ച ആലിമീങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പണ്ടല്ലേ. മഹാനരായ ഇമാം അബൂ ഹാമിദിൻ അൽ ഗസാലി ഇമാമൊക്കെ എത്രയോ കാലം ദർശെടുത്തിയ ആളല്ലേ. യഹ്യയിൽ പറയുന്നതാണ് ഹൈഹാത്ത് ഹൈഹാത്ത് ഖദ് ഇൻതറസ ഇൽമുദ്ദീൻ ബിതൽബീസിൽ ഉലമാഇ സൂ. മശായിഖന്മാരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അവരുടെ വാക്കുകളെ സ്വയം ഇഷ്ടത്തിൽ മനസ്സിലാക്കുന്ന ഉലമാ ഉസ്സൂനെ കൊണ്ട് ഈ ദീന് തന്നെ നശിച്ചുപോയി എന്നാണ് ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ പറഞ്ഞത്. അവരുടെ മറ്റൊരു കിതാബിൽ അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഉലമാ ഉസ്സൂഇന്റെ ഉപമ. ഉലമാ ഉസ്സൂ പറഞ്ഞാരാ? നമ്മൾ എത്ര വലിയ ആലിമായാലും മുതഅല്ലിമായാലും സമ്പന്നനായാലും നമുക്കുണ്ടാവേണ്ട യോഗ്യത ആ കാലഘട്ടത്തിലേക്ക് അള്ളാഹു അയച്ച മശായിഖന്മാരുമായുള്ള ബന്ധമാണ്. അതില്ലെങ്കിൽ ഇൽമ് നാഫിയല്ല. ഇൽമ് നാഫിയാകുക പറഞ്ഞാൽ അതാണ്, അത് ഉപകാരപ്പെടുത്തുന്ന രൂപത്തിലാകുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതില്ലെങ്കിൽ അത്തരം പണ്ഡിതന്മാരുടെ ഉപമ അതൊരു പാറക്കല്ല് പോലെയാണ്. വഖഅത് അലാ ഫമിൻ നഹർ ലാ ഹിയ തശ്റബുൽ മാ വലാ തത്റുകുൽ മാ എന്ന് പറഞ്ഞാൽ വലിയൊരു പുഴ, ആ പുഴയിൽ നിന്ന് നമ്മുടെ കൃഷിസ്ഥലത്തേക്ക് ഒരു ചെറിയ ചാലിങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു പുഴയിൽ നിന്നുള്ള വെള്ളം അതിലൂടെയാണ് കൃഷിസ്ഥലത്തേക്ക് എത്തുന്നത്. അതിന്റെ ആ വാതിലിൽ തന്നെ ഒരു വലിയ പാറക്കല്ല് വന്ന് അവിടെ അടഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എന്താ ഉണ്ടാകുക? ആ പുഴയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വല്ലാതെ നിന്നില്ലേ? ഈ പാറക്കല്ല് വന്ന് നിന്നപ്പോ എന്നാ ഈ പാറക്കല്ല് വെള്ളം കുടിക്കുന്നുണ്ടാവില്ല. ഇവര് സ്വന്തമായിട്ട് കുടിക്കൂല, മറ്റൊരാളെ കുടിക്കാൻ അനുവദിക്കൂല. ഇതുപോലെയാണ് ഇത്തരം വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ഹിദായത്ത് തടയുന്നവർ. കദാലിക ഉലമാഉദ് ദുനിയ ഖഅദു അലാ ത്വരീഖിൽ ആഖിറ ഫലാഹും നഫദു വലാ തറകുൽ ഇബാദ യസ്ലുകൂന അല്ലാഹു അസ്സ വജൽ. പാവപ്പെട്ട ആളുകള് അവരെ ഹിദായത്തിന്റെ മാർഗം തേടി മശായിഖന്മാരെ ഹദറത്തിൽ എത്തുമ്പോ അതിനൊട്ട് അനുവദിക്കൂല, ഓലറ്റ വഴിക്ക് ചെല്ലൂല. അവരെ തൊട്ട് കാവൽ തേടണമെന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അന്നുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ അവര്. പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയപ്പോ അവർക്ക് അല്ലാഹു തആല വലിയ വിജയം കൊടുത്തല്ലോ. ആ ഒരു വിജയത്തിലേക്ക് എത്താൻ മുമ്പ് പല ത്യാഗവും സഹിച്ചു. 400 കുട്ടികള് ഉള്ള വലിയ മുദർരിസായിരുന്നു ബഗ്ദാദിൽ മഹാനരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ അമലാണല്ലോ ഇപ്പൊ ദർസ് എടുത്താന്നൊക്കെ പറഞ്ഞാല്. പിന്നെ അക്കാലത്തെ അഹ്മദ് തിജാനി തങ്ങളെക്കാട്ടൊക്കെ മുന്നിലാന്ന് മനസ്സിലാക്കണം. ദർസ് ഉണ്ടായാ പിന്നെ ഇപ്പൊ നമ്മളോടൊക്കെ പറയുമല്ലോ, എന്താ ഇപ്പൊ നിങ്ങളതാ വലിയ ദർസൊക്കെ ഉള്ളതൊക്കെ പോയി. ഗസാലി ഇമാമ് അവരെ സ്വന്തം കിതാബാണ്, വേറെ ആരെങ്കിലും ചരിത്രം എഴുതിയതല്ല. അൽ മുൻഖിദു മിനൽ വലാൽ എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെ എഴുതി. അങ്ങനെ രാത്രി സമയത്ത് മൂപ്പരിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, അല്ല ഞാൻ ഇപ്പൊ ദർസ് നടത്തുന്നത് അതിന്റെ ലക്ഷ്യം എന്താ? മൂപ്പരോട് തന്നെ ചോദിക്കുകയാണ്, എന്താ അതിന്റെ ലക്ഷ്യം? അള്ളാഹ് എന്നുള്ളത് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യം കുടുങ്ങിയിട്ടുണ്ടോ? അപ്പൊ മൂപ്പർക്ക് മനസ്സിലായത് ശരിയില്ല, ഞാൻ ബഗ്ദാദിലെ വലിയൊരു മുദർരിസാന്ന് ആൾക്കാർ പറയാനാണ് ദർസ്, അതുകൊണ്ട് ഈ കോലത്ത് പോയാൽ നരകത്തിലാന്ന് ഉറപ്പാന്ന് മൂപ്പരോട് തന്നെ പറയാ. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കി അക്കാലത്ത് വലിയൊരു മഹാണ്ട് ഷാമിൽ അവരെടുത്ത് പോയി അവരാളാകണം, അല്ലാതെ രക്ഷയില്ല എന്ന് തീരുമാനമെടുക്കുകയാണ്. പക്ഷെ ദർസ് നിർത്താൻ കഴിയില്ല. കാരണം ഖലീഫ നേരിട്ട്, അതായത് ഭരണാധികാരി നേരിട്ട് തുടങ്ങിക്കൊടുത്ത ദർസ. നാട്ടേറെ വിശ്വാസത്തിൽ ഗസാലി ഇമാമിനേക്കാൾ വലിയ ശൈഖ് അന്ന് ദുന്യാവിൽ തന്നെ ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. ഞാൻ ആൾക്കാരോട് പറയാൻ നോക്കിയിട്ട് എങ്ങനെ പറയണമെന്ന് മനസ്സിലാണ്, കാരണം ദർസ് എടുത്താലും സമ്മതിക്കൂല.
നിങ്ങളെ കാട്ടി വലിയ ആളാന്ന് ചോദിക്കും. നിങ്ങൾ എന്നെ ഇവിടുത്തെ വലിയ ആളല്ലേ, പിന്നെ ആരെ നിങ്ങൾക്ക് കാണണ്ടി? അവസാനം ഞാൻ അവരോട് പറയാൻ തീരുമാനിച്ചു, ഉംറക്ക് പോവാണ് എന്ന്. അതിന് പിന്നെ പോവാലോ. ഉംറക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ കൗമിനോട് പറഞ്ഞു പോരുന്നത്. അപ്പൊ മഹാനവരകൾ പറയാ, എന്റെ നഫ്സൻ എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്നെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും എതിർപ്പുണ്ടാകാതെ. ഈ പോക്ക് പോയാൽ ഇനി ഇങ്ങനെ ഒരു ദർശ കിട്ടുമോ? ഒരിക്കലും സാധ്യമല്ല കേട്ടോ. കാരണം എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു പോകും. ദർശമൊന്നും എനിക്ക് കിട്ടൂല. പിന്നെ മുത്താലിമികൾ തീരെ കിട്ടൂല. പിന്നെ ഇപ്പൊ ദർശ് പിന്നെ മടങ്ങി വന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ കൂടിക്കോന്ന് ശരീരം എന്നോട് പറയും. മാസങ്ങളോളം ഞാനും എൻ്റെ നഫ്സും തമ്മിൽ തല്ലായിരുന്നു നമുക്ക് പറഞ്ഞു. ഞാൻ പറയാ, അത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അവിടെ വലിയ യാത്ര ഉണ്ട്. അഹ്മദ് തിജാനി തങ്ങളൊരു വാക്കുണ്ട്, ഞാൻ ഏറെ നമ്മളെ സന്തോഷിപ്പിച്ച വാക്കുകളിൽ വളരെ വിലപ്പെട്ടതാണ്. ഇവർ പറയുന്നുണ്ടല്ലോ, മരണനേരത്ത് അവര് വരുന്ന വിഷയം അതാണ്. വഫാത്തിന്റെ നേരത്ത് അവരുണ്ടാകുമെന്ന് പറഞ്ഞ എത്ര എത്ര വാക്കുകൾ ഉണ്ടെന്നറിയോ? മഹാന്മാരൊക്കെ പറഞ്ഞു, അതിൽ ഉന്നതമായതാ കഫാനിൽ ഹുദൂർ മഅ സുഹാബി ഇൻദൽ മൗത്ത് വ ഇൻദ സുആൽ ശൈഖ് അഹ്മദ് തിജാനി ഖദ്ദസല്ലാഹു സിറഹു. അതാണ് അവരെ വാക്ക്. അവരെ കലാമിലെല്ലാം ഉണ്ടാവുമല്ലോ. ശൈഖന്മാരുടെ വാക്കിൽ ഫിഖ് ഉണ്ടാവും, തസവുഫ് ഉണ്ടാവും, അഖീദ ഉണ്ടാവും, നമുക്ക് സമാധാനം തരുന്ന വാക്കുണ്ടാവും, നമുക്ക് ഒരിക്കലും തിരിയാത്ത വാക്കുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. പറഞ്ഞത് എന്റെ അസ്ഹാബായ ഒരാള് പേരിനായാൽ പോരാ, അവര് കബൂൽ ചെയ്യണം. ഒക്കെ നമുക്കറിയാലോ. പേരിനിപ്പോ അങ്ങനെ പലതുണ്ട്. അവര് കബൂൽ ചെയ്ത ഒരാളാണെങ്കിൽ അതാ ഖഫാനിൽ ഹുദൂർ മഅ സുഹാബി ഇൻദൽ മൗത്ത്. മരണനേരത്ത് എന്റെ ഹുദൂർ അവർക്കുണ്ടാവും. ഖബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടാവും അവർക്ക്. എന്റെ സാന്നിധ്യത്തിലല്ലാതെ എന്റെ മുരീദിനെ ചോദ്യം ചെയ്യാൻ കഴിയൂല. ചോദ്യം തന്നെ ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞേ. അവര് മുന്നിലിരിക്കുമ്പോ ചോദിക്കാൻ പറ്റിയ മുങ്കർ നക്കീർ ഒന്നും ഉള്ള പഠിച്ചില്ലല്ലോ. അതിനൊന്നും അവർക്ക് കഴിയൂല. അപ്പൊ ഈ ഉന്നതമായ വാക്കുകൾ നമ്മളെ എത്ര സന്തോഷം തരുന്ന വാക്കുകളാണ്. അതാ ഗസാലി ഇമാം സ്വന്തം ശരീരത്തോട് പറയണു, മോനെ പോണ്ടേ, ഇവിടെ ഇങ്ങനെ വലിയ ആളായി ഇരുന്നാ മതിയോ? ഖബറില്ലേ, മഹ്ശറല്ലേ, അർറഹീൽ അർറഹീൽ എന്നിങ്ങനെ പറയും മനസ്സിനോട്. ലാസ്റ്റ് പോകാൻ തീരുമാനിച്ചു എന്നല്ലേ പറഞ്ഞു. ഗസാലി ഇമാമിന്റെ ചരിത്രം തന്നെ മതിയില്ല നമുക്ക്. ദർശക്ക് നിർത്തി, മശായിഖന്മാരെ തേടിപ്പോയി. അവിടെ എത്തി. വലിയ മഹാനെ കാണാൻ വരുന്നതാരാ? ബഗ്ദാദിലെ ഏറ്റവും വലിയ ഖാദിം മുദർരിസും. അന്ന് മുഷാവറ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രസിഡന്റ് മൂപ്പരല്ലേ. അതിന്റെ അപ്പുറം ഒരു പ്രസിഡന്റ് അന്ന് ഉണ്ടാവില്ല. അവിടെ വന്നിട്ട് യൂസുഫിൻ നസാജി തങ്ങൾ പറഞ്ഞ എന്താ, ഈ മജ്ലിസിൽ ഇരിക്കാൻ ഈ ആയിട്ടില്ല, ഹൃദയം തീരെ ശരിയില്ല, അതുകൊണ്ടൊക്കെ മാറ്റിയിട്ട് വരണം. മാറ്റാൻ വേണ്ടി വളരെ വലിയ പണികൾ കൊടുത്തു എന്നാണ് കിതാബിൽ പറഞ്ഞത്. തോൽപാത്രം കയ്യിൽ കൊടുത്ത് എല്ലാവർക്കും വെള്ളം സപ്ലൈ ചെയ്യുന്ന ജോലി കൊടുത്തു. ഖാദിറാണ്, ഒരു അസീല അടുക്കന്നെ. ആ ജോലിയിലായിരുന്നു ഇമാം ഗസാലി തങ്ങൾ ഒരുപാട് കാലം. പക്ഷെ അതിലൊക്കെ വിജയിച്ചു മഹാൻ. പല വാക്കുകളിലുണ്ടാവും, പ്രയാസം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അതൊന്നുമില്ലാതെ ഇപ്പൊ സ്വഹാബത്ത് ആരെ കൂടെ ജീവിച്ചിട്ടില്ല, മുത്തു റസൂല്. അതുകൊണ്ട് സ്വർഗത്തിൽ ഇന്റെ അസ്ഹാബിന്റെ മുമ്പ് ഹബീബായ തങ്ങൾ അസ്ഹാബെ കടക്കുള്ളൂ എന്ന് പറയുമ്പോ അസ്ഹാബ് കടന്നാൽ ഉടനെ അസ്ഹാബാണല്ലോ കടക്കാനുള്ളത്. പക്ഷെ അസ്ഹാബ് എങ്ങനെ ജീവിച്ചത് നോക്കിയാൽ മതി. കഷ്ടപ്പെട്ട് ജീവിച്ച വഴികളെ അവർക്കുള്ളൂ. എല്ലാ തെറിയും അവർ കേട്ടിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അവർ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് അവര് അതൊക്കെ ആ മഹബത്തിലായി ക്ഷമിച്ചപ്പോഴാണല്ലോ അവരിൽ കടന്ന്. ഇതുപോലെ ഇമാം ഗസാലി തങ്ങൾ വെള്ളമായിട്ട് പോകുമ്പോ പഴയ ഒരു ശിഷ്യനെ കാണുന്ന രംഗുണ്ട്. ഇർഷാദുൽ അഫീൽ കാണാം. പഴയ ശിഷ്യനാണ്, ഖാദിയൊക്കെ ആയിട്ടുണ്ട്. ശിഷ്യൻ വലുതായി ഖാദിയൊക്കെ ആയി. ഗസാലി ഇമാം ഈ പണിയെടുത്ത് ഇങ്ങനെ പോകും. അപ്പോഴാണ് ചോദിച്ചത്, ഉസ്താദെ ഞങ്ങൾക്ക് നിനക്കാൾ നല്ലത് ആ ദർസായിരുന്നില്ല, ഇപ്പൊ എന്താ അവസ്ഥ? എല്ലാം പോയി, വെള്ളമായിട്ട് നടക്കാണ് പറയാം. അപ്പോഴാ പറഞ്ഞു കൊടുത്തു, മോനെ ഞാനിപ്പോഴാ കറക്റ്റ് ജീവിതത്തിലെത്തിയത്. അന്നിന്റെ ദർസ് എന്നൊക്കെ പറഞ്ഞാല് അത് കൈസിന് ലൈല പോലെ അതിന് പ്രേമമായിരുന്നു. ഞാനും ദർസും കുട്ടികളും അങ്ങനെ പോവായിരുന്നു. അല്ലായിട്ട് അതിന് യാതൊരു ബന്ധമില്ലേ. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ രുചി. അത് ദൗക്കിയാണല്ലോ, അനുഭവിച്ച് പഠിക്കേണ്ടത്.
പിന്നെ മൂപ്പര് വലിയ ദർശൊക്കെ നടത്തി. പിന്നെ മൂപ്പര് യഹിയൊക്കെ എഴുതി. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ അവരെ നിർദ്ദേശത്തിലാണ്. വാഴ്ന്നു പറയേണ്ടത് അവരെ നിർദ്ദേശത്തിലാണ്. എല്ലാം അവരെ നിർദ്ദേശത്തിലാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പുറത്തു പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ആളുകൾക്ക് അറിയില്ലല്ലോ. നമ്മൾ എ മുതൽ Z വരെ അവരെ നിർദ്ദേശത്തിലാവുമ്പോഴേ അവരുടെ ആ വഴിയിലേക്ക് നമ്മൾ എത്തും. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ വാക്കുകൂടി നമുക്ക് വായിക്കാം, കൂടുതൽ നീട്ടുന്നില്ല. മശായിഖന്മാര് സംസാരിക്കുമ്പോ ആ വാക്കിനോട് സമീപിക്കേണ്ട രീതി അത് നമുക്കറിയില്ല എന്നുള്ള രീതിയാണ് ആദ്യത്തെ രീതി. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഉപ്പ് അറിയില്ല. പിന്നെ അതിനെങ്ങനെ മനസ്സിലാക്കാം? അവര് തന്നെ അതിനെ വിശദീകരിച്ചിട്ടുണ്ടാവും. അവര് തന്നെ ആ വാക്ക് പറഞ്ഞെന്നുണ്ടാവും. ഇല്ലെങ്കിൽ അവരെ വഴിയിൽ വരുന്നവർ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ അവരെ പോലെയുള്ളവർ പറഞ്ഞു തരുന്നു. അവർക്ക് ഇസ്തിലാഹ് അറിയാം, അവർക്ക് അഹ്വാൽ അറിയാം. ഇസ്തിലാഹാത്ത് കൊണ്ടും അഹ്വാൽ കൊണ്ടും മനസ്സിലാക്കി അതവർ പറയുമ്പോ നമ്മുടെ ബാധ്യത അത് ഉൾക്കൊള്ളലാണ്. ഒരു മഹാൻ പറഞ്ഞ വാക്കിന് 1000 അർത്ഥമുണ്ടെങ്കിൽ അത് മുഴുവനും തെറ്റായിട്ടേ കിട്ടുന്നുള്ളൂ, ഒറ്റൊന്ന് മാത്രമേ ശരിയുള്ളൂ എന്ന ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കണം എന്നാണ്. നോക്ക് നിങ്ങൾ ഒരു സംഭവം കൂടി വായിക്കാം. വലിയ വലിയ ആളുകളെടുത്ത് അക്കാലത്തുള്ള മശായിഖന്മാരെ കലാമുകളിൽ പരാതിയായി വരുന്നവരുണ്ട്. ആ പരാതി മഹാന്മാരായ ആളുകള് അതിനെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. ആലിമീങ്ങൾ എന്ന് പറയുമ്പോ അവരാണ് ആലിമീങ്ങൾ, അവരാണ് വിഷയമുള്ളവർ, അവർക്കാണ് അറിയുന്നവര്. നിങ്ങൾ നോക്ക്, മഹാനരായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവരെടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, നമ്മളെ നാട്ടില് വലിയ എന്ന് പറയുന്ന ഒരു മഹാനില്ലേ, മൂപ്പരെ ഞാൻ എന്തായാലും വിശ്വസിക്കൂലാണ്, ഞാൻ എന്തായാലും വിശ്വസിക്കൂല. അപ്പൊ ബിശ്റുൽ ഹാഫി തങ്ങൾ ചോദിക്കല്ലേ, ഇമാം എന്താ എന്റെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഞാൻ മൂപ്പര് ദിവസം കാണാൻ പോയി. അപ്പൊ മൂപ്പരിനോട് പറയാ, അൻത അബ്ദു അബ്ദി, നീ എന്റെ അടിമയുടെ അടിമയാണ്. എനിക്ക് തീരെ പിടിച്ചില്ല, അതുകൊണ്ട് മൂപ്പരെ ഞാൻ ഒരു കാലത്തും വിശ്വസിക്കില്ല. പോലെ വാക്കല്ലേ, എങ്ങനെ മനസ്സിലാവാനോ അതൊക്കെ? അപ്പൊ ബിശ്റുൽ ഹാഫി തങ്ങളോടാ ചോദിച്ചു. അതുകൊണ്ട് നന്നായി, കാരണം മൂപ്പർക്ക് ഇസ്തിലാഹും അഹ്വാലൊക്കെ അറിയുന്ന ആളാണ്. മൂപ്പർ പറഞ്ഞു, ലഅല്ലക യാ അഖി അന്നക മുതിഉൻ ലിൽ ഹവാ വൽ ഹവാ അബ്ദുൽ ലിർറജുലി സ്വാലിഹ്. അടിമയുടെ അടിമ എന്നല്ലേ അവര് പറഞ്ഞു. അത് ശരിയാണ്. കാരണം എന്താ അറിയോ, നീ നിന്റെ ഇച്ഛ ഹവക്ക് വഴിപ്പെടുന്ന ആളാണ്. നമ്മൾ സാധാരണ നമ്മളോട് എന്താണോ ശരീരം തോന്നിപ്പിച്ചു തരുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് അവൻ. അഫമൻ ഇത്തഖദ ഇലാഹഹു ഹവാ, അവന്റെ ഇലാഹ് ഹവയായി മാറി, അവനെ ഇലാഹാക്കി തോന്നുന്നു ചെയ്യുന്നവര്. ഈ മശായിഖന്മാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മശായിഖന്മാര് അള്ളയിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു. മറ്റുള്ളവരൊക്കെ അബ്ദുൽ ഹവയാണ്. അപ്പൊ മശായിഖന്മാരുടെ അടിമയാണ് അവരുടെ ഹവ എന്ന് പറഞ്ഞാൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഹവ ആഗ്രഹിക്കുക. നമ്മളിത് നേരെ തിരിച്ചു വേണം. അതാണ് എന്റെ അടിമയായ ഹവന്റെ അടിമയാണ് നീ എന്ന് പറഞ്ഞ് ക്ലിയർ ആണ്. എന്റെ അടിമയാണ് ഹവ, ആ ഹവന്റെ അടിമയാണ് ഈ എന്നാണ് അവര് പറഞ്ഞത്. അതിനെ ഇഅ്തിറാദ് ചെയ്യണ്ട എന്ന് മഹാൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഓരോന്നിനും ഓരോ മാനഷ്ടം പോലെ ആലിമീങ്ങളൊക്കെ, മഹാനരായ ഇമാമിന ഷാഫി ആകട്ടെ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാകട്ടെ, ഇവരൊക്കെ ആ വഴിയിൽ ഓരോ വാക്ക് കേട്ടപ്പോഴും അതിന് അതിൻ്റെതായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതിനെ ശരിവെച്ചവരാണ്. ഷാഫി ഇമാമിന്റെ ഒരു സംഭവം ഇതിൽ പറയുന്നുണ്ട്, എല്ലാ ഇമാമിങ്ങളെയും. കാരണം അവരൊക്കെ എന്താ പറയുക, ലാസ്റ്റ് എത്തിപ്പെട്ടത് മശായിഖന്മാരുടെ കൈകളിലാണ്. ഇപ്പൊ ഷാഫി ഇമാമിന്റെ സംഭവം യഹ്യയിൽ കാണാലോ. ഷാഫി ഇമാം എല്ലാ ഇൽമും പഠിച്ചു എന്നില്ലല്ലോ, ഒന്നും ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ശൈബാനുർ റാഇ എന്ന് പറഞ്ഞ മഹാന്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിലുള്ള സംഭവമല്ലേ. ശൈബാനുർ റാഇ പറഞ്ഞ ആള് ദർസിൽ പോലും പോയിട്ടില്ല, മദ്രസ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവരെടുത്തുനിന്ന് ആ ഇൽമ് തേടിയിട്ട് വരികയാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ അവിടെ പോയിരിക്കണം, നിങ്ങൾക്ക് കിതാബ് തന്നെ അല്ലേ?
അപ്പൊ മറുപടി പറയും, കിതാബിലുള്ള ഇൽമു തന്നെയും ശരിയായി എനിക്ക് മനസ്സിലാകണമെങ്കിൽ അത് അവര് പറഞ്ഞു തരണം. ഇതാണല്ല ഇപ്പൊ ഷാഫിമാവും ഹനഫിമാവും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളൊക്കെ ആ അവസ്ഥയിലാണെങ്കിൽ ഇക്കാലത്തെ ഉലമാവ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ലല്ലോ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആദ്യകാലത്ത് എതിർത്ത ആളായിരുന്നു അബൂ ഹംസത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അക്കാലത്തെ വലിയ മഹാനായിരുന്നു. പിന്നെ ഒരു ദിവസം നന്നാക്കാൻ തീരുമാനിച്ചു. ചിലരങ്ങനെ നന്നാക്കാൻ തീരുമാനിക്കും, ചിലരങ്ങനെ അടങ്ങാറാക്കാൻ തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ അവരാ മനസ്സിന്റെ ആ ഒരു നന്മയാണ് ഇതിന്റെ ഒക്കെ കാര്യം. അതില് ഇമാം ഷഹറാനി തങ്ങൾ അൽ-അജീബത്തുൽ മർദിയാറിന്റെ കിതാബിൽ പറയുന്നതാണ്, ഒരു ദിവസം ഇശാക്ക് നിസ്കരിച്ച് വിത്രമൊക്കെ നിസ്കരിച്ച് ഉറങ്ങാൻ നേരത്ത് കുറച്ച് ആൾക്കാർ റൂമിൽ വന്നു. വാതിലൊക്കെ ഫുള്ള് അടച്ചിട്ടതാ. ആ ആളുകൾ അതിന്റെ അടിയിൽ കൂടി ഇങ്ങോട്ട് വന്നു. അപ്പൊ തന്നെ മൂപ്പർക്ക് പ്രശ്നമായി, ഇത് എവിടുന്ന് വരികയാണിത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അക്കാലത്തെ ആ ശൈഖവറുകൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. മൂപ്പര് ഇതൊക്കെ നിങ്ങൾക്ക് എഴുന്നിട്ടിയ ദാരി പറയുന്നതാണ്, ദാരുടെ ഇൽമാണ്. അപ്പൊ പറഞ്ഞു, ഇത് നമ്മുടെ ശൈഖായ അബൂ ഹംസ തങ്ങളുടെ ഇൽമാണ്. നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? ഞങ്ങൾ അവിടുന്ന് പറന്നു വന്നോ അങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ട് കടന്നതോ? അത് ശൈഖവറുകൾ ഞങ്ങൾക്ക് സമ്മാനം തന്നാ നിങ്ങളുടെ അടുത്ത് കിടക്കാൻ. ഈ വാതിൽ ഞങ്ങൾക്ക് പ്രശ്നമായില്ല. എനിക്കും ആ അവസ്ഥയിലേക്ക് എത്താൻ കഴിയോ? എത്താൻ കഴിയും. അതിനാദ്യം നിങ്ങൾ വേണ്ടത് അവരെ ഹദറത്തിലെത്തണം. അന്ന് പോയി ആ ഹദറത്തിൽ വന്ന് പിന്നെ അവിടുത്തെ ആളായി മാറിയതാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ല, ഇപ്പൊ നമ്മൾ കിതാബിൽ കാണുന്ന ഇമാമിങ്ങളൊക്കെ അങ്ങനെ. ഞമ്മക്ക് മാത്രം പറ്റൂല. കാരണം നമ്മളെന്നെ ഷെയ്ഖ്, മുരീദ് നമ്മൾ തന്നെ, ഷെയ്ഖ് നമ്മൾ തന്നെ. അപ്പൊ അതാണ് ഈ ദുന്യാവിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിന് വിഘാതമായി വരുന്ന എല്ലാ കലാമുകളെയും അവർക്ക് തോന്നുന്ന രൂപത്തിൽ അതിനെ വിശദീകരിക്കും. അപ്പൊ പിന്നെ ഇവിടെ പ്രശ്നങ്ങളായി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ ഇമാമിങ്ങൾ അവരാരെങ്കിലും അവരെ കാലത്തുള്ള മശായിഖന്മാരെ എഴുത്തറാവ് എഴുതിയോ? ഇല്ലല്ലോ. അവരതിനെ നല്ല മഴനയിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും ഉന്നതമായ വാക്കിൽ അതിനവര് വെക്കുക ചെയ്ത്. എങ്ങനെയെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞു കൊടുക്കണം എന്നല്ലേ. എത്രത്തോളം ശാഫിഈ മദ്ഹബിലെ വലിയ മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി, അതൊക്കെ വെറുങ്ങനെ വെറുതെ തുഹ്ഫ എന്നൊക്കെ പറയാന്നല്ലാതെ മൂപ്പര വഴിയിൽ വരില്ല. മൂപ്പര ആ കാലത്തെ ഏറ്റവും വലിയ മശായിഖന്മാരെ ഹദറത്തിൽ പോയി ഇരുന്ന ആളാണ്. അതിൽ കാണാം, അവര് ഫത്താവിൽ പറയുന്നുണ്ട്, വമൻ ഫതഹ ബാബത്ത് തഅ്വീലി ലിൽ മശായിഖ്. അതുകൂടി പറഞ്ഞു നിർത്താം. മശായിഖന്മാരുടെ വാക്കുകളെ വ്യാഖ്യാനിക്കുക എന്ന നല്ല വഴി അള്ളാഹു ഒരാൾക്ക് തുറന്നു കൊടുത്താൽ, അവരെ ചികന്നന്വേഷിച്ച് അവരെ ആ ഒരു രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കാതെ അവരെ വാക്കുകൾക്ക് നല്ല മഅന കൊടുത്ത് ഒരാൾക്ക് സ്ഥിരപ്പെടുത്താനുള്ള ഭാഗ്യം നൽകിയാൽ, അവരെ കാര്യങ്ങൾ അല്ലാഹ്ക്കേ അറിയുള്ളൂ, നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന രൂപത്തിൽ മശായിഖന്മാരെ വാക്കിനോട് സമീപനം സ്വീകരിച്ചാൽ ഫഇന്നഹു യുർജാ ലഹുൽ വസൂൽ ഇലാ മഖാസിദിഹി വല്ലഫർ ബിമുറാദിഹി ഫി അസ്റഇ സമൻ. ഒരു പ്രതീക്ഷ ഉണ്ട്, വിജയിച്ചേക്കാം. മാ ലദ്ദത്തുൽ ഐശി ഇല്ലാ സുഹ്ബത്തുൽ ഫുഖറാ ഹുമുസ് സലാത്തീൻ വസ്സാദാത്ത് വൽ ഉമറാ. ആ സുഹബത്തിൽ നിന്നല്ലാതെ വിജയം ഉണ്ടാവില്ല. അപ്പൊ ആ വാതിൽ അല്ലാഹ് ഒരാൾക്ക് തുറന്നു രക്ഷപ്പെടുന്ന. അടുത്ത് പറയാം, വമൻ ഫതഹ ബാബൽ ഇഅ്തിറാം അലൽ മശായിഖ് വൻ-നുദർ ഫീ അഹ്വാലിഹിം വഅഫ്ആലിഹിം വൽ ബഹ്സ് അൻഹാ ഫഇന്നഹു ദാലിക അലാമത്തു ഹിർമാനിഹി വസൂഇ ആഖിബതിഹി. വലിയ വലിയ മശായിഖന്മാരെ വാക്കിനെ നിരൂപണം നടത്താനും അവരെ വാക്ക് ശരിയല്ലെന്ന് പറയാനുമാണ് ഒരാളുടെ ഗതിയെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് ഹുസ്നുൽ ഖാത്തിമയാണ്. അയാൾ നശിച്ച് കുഫറിലായി ചത്തുപോകും. ആരാ ഏതിന്? തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ ഇമാം ഇബ്നു ഹജർ തങ്ങളാ പറയുന്നത്. എന്നിട്ട് ഒരുപാട് ആളുകളെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ അറിയില്ല, പഴിച്ചുപോയി.
ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞല്ലോ, അക്കാലത്തൊരു ആലിമ് എന്റെ ഷെയ്ഖായ അലിയുൽ ഖവാസ് തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് ഹജ്ജിന് പോകാൻ സമ്മതം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോനെ പോണ്ട, കൊണ്ടെങ്കിൽ ഹജ്ജിന് പോയാൽ നിന്റെ ജീവിതത്തിൽ വലിയ പരാജയം വരും. ഉപരോധം അതെങ്ങനെ വരിക? അവിടുന്ന് പറഞ്ഞില്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് ആൾക്കാരോട് പറഞ്ഞു, ഞാൻ ഷെയ്ഖിനെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ് ഹജ്ജിന് ഈ വർഷം പോകണ്ട, പോയാൽ വലിയ പരാജയം വരുന്നാ പറഞ്ഞ്. അതെങ്ങനെ ഹജ്ജിന് പോയിട്ട് പരാജയം വരിക? മുമ്പ് പോയി, ആ വാക്ക് മെയിൻ ചെയ്യാതെ പോയി. ഹറമിലെത്തി, അവിടെ വെള്ളിയാഴ്ച ഖുതുബ നടക്കുകയാണ്. ഇന്നത്തെ പോലെ മൈക്കും സെറ്റപ്പ് ഒന്നുമില്ല. ഇയാളാണ് ഈ ഫത്തുൽ മീനൊക്കെ പഠിച്ചാണ് ഖുതുബ 40 ആള് കേൾപ്പിക്കണമൊക്കെ പഠിച്ചു പോയതാ. അവിടെ നോക്കുമ്പോ നല്ല വെയിലാണെന്ന്. അപ്പൊ ഓരോരുത്തര് ആ തണലിലും ഇവിടെയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഖുതുബ കേൾക്കുന്നുണ്ട്. ചിലവർ കേൾക്കണില്ല, മൈക്കൊന്നുമില്ലല്ലോ. മൂപ്പരെ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന്, മൂപ്പര് ഉത്തരവാദിത്വം നിർവഹിക്കണല്ലോ. ആ മൂപ്പര് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ്, ഓ ഖതീബ് അവറുകളെ, അറബിയിൽ പറഞ്ഞു കൊടുത്ത്, നിങ്ങളെ ഖുതുബ ശരിയല്ല, ഇത് നിർത്തണം, 40 ആളെ അടുത്ത് ഇരുത്തിയിട്ടോത്. ഹറമെന്ന് പറഞ്ഞാൽ കച്ചറാവൂലേ? പല നാട്ടുകാരുണ്ടാവല്ലോ അവിടെ. എല്ലാരും വന്ന് ഇയാളോട് ഈ എന്തായി പറഞ്ഞു, പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഖതീബ് ഖുതുബൊക്കെ നിർത്തി, ആകെ പ്രശ്നമായി. പിന്നെ വേറെ ഖുതുബക്ക് ഒരു നിസ്കരിച്ച സംഭവം പറയാ ഷഹറാനി ഇമാം. അപ്പൊ ഇയാള് നാട്ടിൽ വന്നിട്ട് ഷഹറാനി ഇമാമിനോട് പറഞ്ഞാലോ, നിങ്ങളെ ഷെയ്ഖിനോട് പറഞ്ഞെന്താ, ഹജ്ജിന് പോയാൽ പ്രശ്നം വരും, നാശം ഉണ്ടാവുന്നതാണ്. ഞാനെങ്ങാനും ഹറമിന് പോയില്ലെങ്കിൽ ജുമുഅന്റെ വാക്കിലായിരുന്നു. ഞാൻ പോയി ഇടപെട്ടത് കൊണ്ടാണ് അന്ന് ജുമുഅന്നെ ശരിയായത്. ഷഹറാനി ഇമാം പറയാ, ഒരു മഹാസാധു തന്നെ. കാരണം ഹറമില് ഈ സംഭവം ഇയാൾ പറയുമ്പോ, ഹറമല്ലേ, എല്ലാ അഖ്താബീങ്ങളും വന്ന ജുമുഅ നിലന്ന്, വലിയ വലിയ അഖ്താബീങ്ങളും മഹാന്മാരൊക്കെ വന്ന ദിവസം വന്നു. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് ഖുതുബ നടക്കുമ്പോ ഇയാൾ ഒച്ചുണ്ടാക്കല്ലേ. അപ്പൊ ആ മഹാന്മാരൊക്കെ ഒന്ന് നോക്കി, ഏതാ ഇവന് എഴുതിയിട്ട്. അതോടുകൂടി അയാളെ ഹിദായത്ത് തന്നെ എടുക്കപ്പെട്ടു പോയി. അയാളെ ഹിദായത്ത് തന്നെ നീങ്ങിയിട്ട് അയാൾ തിരിച്ചു വരണ്ടേ. എന്നിട്ട് അയാൾ പറയാ, ഞാൻ വലിയ ഖിദ്മ ചെയ്ത്, അങ്ങനെ തോന്നുകയാണ്. എന്നിട്ട് പിന്നെ ഷഹറാനി, പിന്നെ ഞാൻ അങ്ങനെ നോക്കിയ ആളെ ജീവിതം, അയാൾ പിന്നെ ആരോപിക്കാൻ തുടങ്ങി. എല്ലാ മശായിഖന്മാരെയും അയാൾ പറയാൻ തുടങ്ങി, എല്ലാരെയും ആക്ഷേപിച്ചു. അവസാനം സൂൽ ഖാത്തിമയിൽ അയാൾ അവസാനിച്ചു എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ. അയാൾ അറിയില്ല, അതിന് ഹിദായത്ത് നീങ്ങിയത് തന്നെ അയാൾ അറിയില്ല. ഹിദായത്ത് പറഞ്ഞ ഈ വാഴ് പറയലും ദിക്ർ വാഴലൊക്കെ ആണോ? എല്ലാ ദിവസവും ഖബറിൽ പാമ്പ് വരുന്നു പറഞ്ഞ ആളുകളെ പേടിച്ചിരുന്ന ഒരു ആലിമുണ്ടായിരുന്നു. അയാൾ മരിച്ചപ്പോ ഞാൻ ഖബറിലൊന്ന് നോക്കിയപ്പോ അപ്പാമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നത്. ഇതൊന്നും അല്ലല്ലോ ലോകം. അധികാരമുള്ളത് മശായിഖന്മാരുടെ അടുത്താണ്. അവരെ അടിമകളാവാൻ ശ്രമിക്കുക, അവരെ വാക്കുകൾ അവരിൽ നിന്ന് കേൾക്കാത്തതാണോ, മനസ്സിലാവാത്തതാണോ, അതവിടെ വെച്ചേക്ക. ആ ഷഹറാനി ഇമാം പറഞ്ഞു, ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാം. എനിക്ക് അറിയാത്തതാണോ അവർ പറഞ്ഞതെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാം ഇപ്പൊ എനിക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ആദ്യകാലത്തൊക്കെ ഞാൻ അങ്ങനെ കേട്ടു സൂക്ഷിച്ച എത്രയോ ഇൽമുകൾ പിന്നീട് എനിക്ക് എന്തായിട്ടുണ്ട്, മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഹ്മദ് തിജാനി തങ്ങൾ അതുപോലെ ഒരു ഉദാഹരണം പറയാം. അപ്പൊ അവരെ കലാം ഇങ്ങനെ വായിച്ചപ്പോ മനസ്സിലായില്ല എന്ന് വിചാരിച്ചേക്ക്. അതെനിക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരാളെ കിട്ടണം. ആ ആള് പറഞ്ഞുതരും. ഞാൻ എൻ്റെ ഷെയ്ഖിനോട് ചോദിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ. അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അസ്ഹാബ് അല്ലാതെ റസൂലിന്റെ അസ്ഹാബ് കഴിഞ്ഞ എന്റെ അസ്ഹാബാണ്. അപ്പൊ അവിടെ നിന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ആ പറഞ്ഞത് അവരെ മഖാമിൽ നിന്നുകൊണ്ട് സംസാരിച്ചതാണ്. അവരെ മഖാമ് മുഹമ്മദി ഖുത്താബീങ്ങളിൽ നേരെ റസൂലിന്റെ വഴിയിൽ വരുന്ന ആളാണ് അവര്. അവരെ അസ്ഹാബല്ലാതെ പിന്നെ ആരാ സ്വർഗത്തിൽ കിടക്കുക? ആ വാക്ക് തന്നെ ഓസുല്ലാഹും പറഞ്ഞ്, അതന്നെ അഹ്മദുർ റിഫായിയും പറഞ്ഞത് റളിയല്ലാഹു അൻഹു, അതന്നെയാണ് ഖാജാ തങ്ങളും പറഞ്ഞ്. അവരെ അസ്ഹാബ് ഒക്കെയും റസൂലിന്റെ അസ്ഹാബ് കഴിഞ്ഞാൽ വരുന്നവരാണ്. അത് ഏറ്റവും ഹഖായ കലാമാണ്. അപ്പൊ അവരതിനെ പറഞ്ഞു തന്നപ്പോ നമുക്കത് കൃത്യമായി. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കിട്ടിയില്ല, എനിക്ക് ഇരുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഒരു കാലത്തും ഒരു ശൈഖിന്റെ കലാമിന്റെ വിശദീകരണം കിതാബ് മാത്രം ഓതിയവരോട് ചോദിക്കരുത്. അവർക്കത് അറിയില്ല.
അറിയണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സുഹബത്ത് വേണം. സുഹബത്തുള്ള ഒരു ആലിമിനെ കിട്ടിയാൽ ചോദിക്കാം. അപ്പൊ ഓല അറിയാത്താണ് ഓല് പറഞ്ഞുതരും. ഞങ്ങൾക്ക് അറിയില്ലട്ടോ, ഞങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ആരോട് ചോദിക്കുക? ഓല മശായിഖന്മാരോട് ചോദിക്കും. ഓലല്ലേ പറഞ്ഞുതരാം. മശായിഖന്മാരെ കലാമിനോട് അങ്ങനെ പെരുമാറാൻ പറ്റും. അത് ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കുന്ന സംഭവം ഒന്നും അവിടെ അല്ല. ഡിക്ഷണറി എന്നല്ല, അറബി ഡിക്ഷണറി നോക്കിയിട്ടും കാര്യമില്ല. ഓലത് ഉദ്ദേശിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മളവരും ഒരുപോലെ ആവില്ല. അത് ഒരുപോലെ ആയാൽ പിന്നെന്തായാലും അതിനുള്ളത് അവരെ കലാം അള്ളയിൽ നിന്നാണ് പറഞ്ഞാൽ അത് അവരെന്നെ വിശദീകരിക്കണ്ട. അല്ലെ നമ്മൾ ഒരുപോലെ ആയില്ല, നമ്മൾ പോലും ഒരുപോലെ. ഇത് അടിസ്ഥാനമാണ്. ഇതാണ് നമുക്കും പറയാനുള്ളത്. ഒരു വലിയിന്റെ വാക്കിലോ, അതിപ്പോ അതിലും വലിയ വർത്താനൊക്കെ മശായിഖുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി അബൂ യസീദ് അൽ ബിസ്താമി, പിന്നെ സുബ്ഹാനി നാം പല ദിക്റുണ്ടായി. സുബ്ഹാനി, എന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് പല അർത്ഥം വെച്ച്. എന്നിട്ട് പോയി അബൂബക്കർ ഗാഫിറാന്ന് ഒത്തോട്. അവസാനം ഇപ്പൊ 4 ആൾ മാത്രമേ സ്വർഗത്തിലുണ്ടാവൂ. കാരണം ഇവരൊക്കെ കുഫറിന്റെ മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരിക്കൽ, ഈ കുപ്പായത്തിന്റെ ഉള്ളിൽ അല്ലല്ലാതെ പറഞ്ഞില്ല. അങ്ങനെ എത്ര കലാമുകൾ. അതൊക്കെ ഉലമാവിന്റെ അടുത്ത് എത്തിയ പോലെ എന്താ ചെയ്ത്? ഫത്താവൽ ഹദീസ് എടുത്തു നോക്കി. പിന്നെ അതിന്റെ അടുത്ത് മൂപ്പർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞീനോ, എന്നാ ഞങ്ങൾ തീരുമാനം എടുക്കാൻ മൂപ്പര് ശരിയില്ല. ഇനിയിപ്പോ പോലെ അഹമ്മദ് തിജാനി തങ്ങൾക്കെതിരെ തീരുമാനം എടുത്ത എന്തൊക്കെ അവസ്ഥ? അവർക്കും അവരെ അസ്ഹാബിനെന്തോ പറ്റോ? തീരുമാനം എടുത്ത ഒപ്പം പുറത്തായി എന്നല്ലാതെ. മശായിഖന്മാരൊരു തീരുമാനം എടുത്ത് ബല പുറത്താക്കിയ കഴിഞ്ഞില്ലത്. അങ്ങട്ട് പുറത്താക്കിയോണ്ടൊന്നും വരാല്ലേ. എന്തരാണ് വലിയൊരു മലക്ക് ചെറിയൊരു പല്ലി ഊതിയോണ്ട് എന്തോ സംഭവിക്കും. അതേ സമയത്ത് അവര് തിരിച്ചൊന്നും ഇങ്ങോട്ടാക്കിയാൽ കഴിഞ്ഞില്ലത്. നമ്മളോട് ജീവിച്ചിരിക്കുന്ന പല മഹാന്മാരെയും കാണാൻ പോലും പറയില്ല. ഞങ്ങളെ പുറത്താക്കിയോണ്ടൊന്നും വരാല്ല, ഞങ്ങളൊന്നും അത് തന്നെ ഉള്ളത്. ഞങ്ങളൊന്നും നിങ്ങളെ പുറത്താക്കിയാലോ കഴിഞ്ഞില്ലേ. ഈമാനും ഹിദായത്ത് ഊര്യം നോക്കുമല്ലോ. ബാക്കിയെല്ലാം ഉണ്ടാവും, അത് രണ്ടും ഉണ്ടാവില്ല. ഒരു സംഭവം നടക്കൂല. അതങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ അവസാനം ഉള്ളിൽ വൽക്കും പേടിയൊക്കെ ഉണ്ടാവും സംഭവം. പിന്നെ ഒരു മഹാനെ കുറിച്ച് പറഞ്ഞിടത്ത് മൂപ്പര് പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയപ്പോ ഈ നാട്ടിലെ ഖാളി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ആകെ പ്രശ്നമായി നാട്ടിൽ. വെള്ളത്തിൽ ഖാളി മരിക്കുന്ന പറയുന്നുണ്ട്. മൂപ്പരിങ്ങനെ, ഉപരി ഭയങ്കര എതിർപ്പുള്ള ആളാണ് മശായിഖന്മാരോട്. പക്ഷെ രാത്രി കിടക്കുമ്പോ ആലോചിച്ച് മുറ്റത്തന്നെ ഒരു കുളമുണ്ട്, അതവിടെ വെച്ചാൽ എന്തായാലും മരിക്കാൻ സാധ്യതയുണ്ട് എന്ന്. പിറ്റേന്ന് പോയി ആ കുളമൊക്കെ തൂർത്ത് മണ്ണിട്ട് മൂടി. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ മൂപ്പര് എതിർക്കുന്ന ആളല്ലേ, എന്തിനാ മൂപ്പരെ വാക്ക് കേട്ടത് മൂടാൻ പോണേ? എന്നാലും സംഭവിച്ചാലോ എന്ന്. എന്നിട്ട് സംഭവിക്കാതിരുന്നില്ല. മൂപ്പര് കുറെ കാലം കഴിഞ്ഞ് വേറൊരു നാട്ടിൽ വളർന്നറിയാൻ പോവുക. പോകുന്നത് തോണിയിലാണ്. അന്നത്തെ തോണിയും കപ്പലല്ലേ, അത് മുങ്ങി അതിന് മരിച്ചും പോയി. ഓല് പറഞ്ഞാൽ അത് സംഭവിക്കും. അതിന് നമ്മളെ ഇൽമ മതിയാവൂല. അത് അവര് പറഞ്ഞതിനോടുള്ള വാക്കുകള് അങ്ങനെ തന്നെ മനസ്സിലാക്കി തന്നെ ഇറങ്ങാണ് സമയം. ഇത് നമ്മൾ പഠിക്കുമ്പോ എന്താന്ന് വെച്ചാല് അവരെ വാക്കിനെ, എന്റെ വചനത്തെ ഫൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞു ഞാനൊന്നോ, അത് കഴിയും കഥ. അവരെ വാക്കിനെ നേരിട്ടാണ്ട് ഗണ്ണിച്ചാണ്ടല്ലോ. അവരൊരു നോട്ടം കൊണ്ട് നോക്കിയ കഴിഞ്ഞങ്ങ് പോയില്ലേ. നമ്മളെന്തോ പിന്നെ അവരെ മതത്തില്ലെങ്കിൽ നമ്മളല്ല, ലോകം തന്നെയല്ല. അതാ പറഞ്ഞ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ എന്റെ മതതെന്നാണ്. ആ മതത് ഒന്നും പിൻവലിച്ചാൽ ലോകം തന്നെ ആണ് പോകുന്നു. അവരെ കയ്യിലല്ലേ അള്ളാഹ് എല്ലാം കൊടുത്തേൽപ്പിച്ച്. ഷെയ്ഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ എല്ലാ ഫുഖഹാവും കൂടി പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച സംഭവം ഷെഹറാനിമാൻ പറയും. ഭയങ്കര പരീക്ഷണായിപ്പോയി. മൂപ്പർക്ക് ഗൈബ് അറിയില്ല എന്ന് തെളിയിക്കാൻ രാജാവിനോട് പറഞ്ഞു, നിങ്ങളൊരു അടിമനെ മയ്യത്താക്കിയിട്ട് നമുക്ക് എടുത്താം, എന്നിട്ട് ശേഖരം വിളിച്ചൊന്ന് നിസ്കരിപ്പിക്കാം. മൂപ്പർക്ക് ഗൈബ് അറിയില്ലേ നോക്കാം. ഇയാൾ മരിച്ചിട്ടില്ല. ഈ അടിമ ജീവുള്ള അടിമനെ കഫൊക്കെ ചെയ്ത് വെച്ച്, എന്നിട്ട് ശൈഖ വർഗളെടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മൾ അടിമ മരിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വരണം മയ്യത്ത് നിസ്കരിക്കാൻ. രാജാവല്ലേ പറയണു. മൂപ്പര് വന്ന് നിസ്കരിക്കുന്നുണ്ടോന്ന് അവന് നോക്കണ. മൂപ്പരിങ്ങനെ വന്ന് നേരെ വന്ന് ചോദിച്ചു എന്നാണ്, ജീവുള്ളവന്റെ മേലിലാണ് നിസ്കരിക്കേണ്ടി അതോ മരിച്ചവന്റെ പേരിലാണോ? അവര് പറഞ്ഞാൽ മരിച്ചിന്. എന്നാ അല്ലാഹു അക്ബർ. മയ്യത്തങ്ങ് നിസ്കരിച്ച്. പിന്നെ മൂപ്പര് പോയി നോക്കുമ്പോ ആള് മയ്യത്തായി. പോയി. കാരണം അവർ ചോദിച്ചല്ലോ, ഞാൻ ജീവുള്ളവന്റെ മേലിലാണോ നിസ്കരിക്കേണ്ടി മരിച്ചവന്റെ മേലിലാണോ?
മരിച്ചവന്റെ മേലില എന്നുള്ള പറഞ്ഞപ്പോഴേക്ക് ഇത് സംഭവിച്ചു എന്നല്ല, മയ്യത്ത് കുളി വരെ നടത്തിയിട്ടാണ് ഇവർ നിക്കരിച്ചു പോണ്. ഓൽക്കാനൊക്കെ സെക്കൻഡ് മതിയല്ലോ. നാട്ടില് വലിയ എതിർപ്പുള്ള ഒരു കാളിയാര് അബൂ സഈദ് തങ്ങളെ എതിർത്ത സംഭവമൊക്കെ ഷഹറാനിമാൻ പറയുന്നുണ്ട്. അന്നത് പണിയൊന്നും ഉണ്ടാവും. ഖത്തീബ് ഇങ്ങനെ കുത്തുപോരോ, ഭയങ്കര എതിർപ്പുണ്ട് അബൂ സഈദ് തങ്ങളോട്. അപ്പൊ ഖത്തീബിന് ഇങ്ങനെ ഓർമ്മ വന്നു, അല്ല ഇന്നലെ ഇപ്പൊ ജനാബത്തുണ്ടായി, കുളിച്ചാൻ മറന്നോ. ജനാബത്തുകാരനായിട്ടാണ് കുത്തുപോകുന്നത്. ആകെപ്പെട്ടു. ഇനിയിപ്പോ ആൾക്കാരടി ഇത് പറഞ്ഞ് കുളിച്ചരാൻ നേരമില്ലല്ലോ. ഇവിടെ ശൈഖ് ഓർമ്മ കൈ പിടിച്ച് പേടിക്കണ്ട, കുത്തുബ മുമ്പര് ഓതിക്കൊണ്ടിരിക്കെ തന്നെ മുമ്പരെ കൊണ്ടുപോയി കുളത്തിൽ മുക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുന്നവിടെ വെച്ച് മുമ്പര് അനുഭവിക്കാണ്. ശരിക്കും ഹക്കീക്കത്തുള്ള തന്നെ കുത്തുബ നിർത്തിയിട്ടില്ല. മുമ്പര് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ ആരും ശൈഖിനെ എതിർക്കാൻ പോകണ്ട, അതൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളെ ഒരു കണക്ക് കൂട്ടലും അവരെ ജീവിതമോ അവരെ സംസാരമോ അവരെ ശൈലിയോ ഒന്നും ഉണ്ടാവില്ല, മുഴുവൻ മാറി. വലിയ വലിയ ആൾക്കാരെ കഥയിൽ പറയണ്ട. പിന്നെ നമ്മളെ അവസ്ഥ എന്താ? ഇമാമുൽ ഹറമൈൻ അന്നത്തെ സൂഫിയാക്കളൊക്കെ എതിർത്തിരുന്നു എന്നാണ്. ഇവരെ പള്ളിന്റെ അടുത്ത് വലിയൊരു കവാലുണ്ടായി. ഒരു ഇതെന്താ പാട്ടും കൂത്തൊക്കെ ആയിട്ട് നടക്കുന്ന കുറെ എണ്ണം എന്നൊക്കെ പറഞ്ഞു. അതിലൊരു മഹാനായി എന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നാട്ടില് ഇപ്പൊ നിങ്ങളല്ലേ കാര്യപ്പെട്ട മുദരിസ്, നിങ്ങളെ അവസ്ഥ ഇപ്പൊ എന്താ? സുബിഹി അസറ് ലഹുറൊക്കെ ഇപ്പൊ പള്ളിയിൽ പോയി നിങ്ങൾ നിക്കരിച്ചില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ കുളിച്ചിട്ടാണോ വന്നത് എന്ന് നേരെ ചോദിക്കുകയാണ്. ഷഹറാനി മാമ എഴുതി വെക്കുന്നുണ്ട്. അവൻ ഇവര് ഓർത്ത് മറന്നു പോയിട്ടുണ്ട്, ഇതൊക്കെ ഹറാമിലായിപ്പോയി. അപ്പൊ ഈ നമ്മളെ കാര്യം വരെ ഓൽക്കറിയാം. അല്ല അവരെ നമ്മൾ ഇത്ര അവരെ വാക്കിന് നമ്മളെന്ത് അർത്ഥം വെക്കാനാ? അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് നമുക്കത് അറിയില്ല എന്നുള്ള തീരുമാനം. പിന്നെ അഥവാ അത് വിശദീകരിക്കണമെങ്കിൽ അവരെ വഴിയിൽ നിന്നുള്ള ആൾക്കാർ പറയണം, അല്ലെങ്കിൽ അവരെന്നെ പറയണം. അല്ലാതെ ഇസ്തിലാഹും അഹ്വാലുമിലും അല്ലാതെ അവരെ വാക്കിനെ തൊട്ടാൽ കുഫറാണ് ഉണ്ടാവുക, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദുന്യാവില് റേഷൻ കിട്ടൽ മുടങ്ങേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരെ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് കുഫറിലായി മൗത്ത് സംഭവിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഒരവസ്ഥയിൽ നമ്മള് മശായിഖന്മാരെ വാക്ക് കേൾക്കാനും അത് വിശദീകരിക്കാനൊക്കെ ഉള്ള ഒരു തൗഫീക്ക് കിട്ടിയെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോയി പരസ്പരം എല്ലാ വഴികളും മശായിഖന്മാരുടെ വഴികളാണ്. എല്ലാവരും ഉഹ്മാനീങ്ങളായിട്ട്, അഹ്മദ് തിജാനി തങ്ങളായി, ഗൗസുൽ ആളമായി, അഹ്മദുൽ കബീർ ദിഫായി തങ്ങളായി ഒക്കെ ഒരേ വഴിയിൽ വന്ന ആൾക്കാരല്ലേ. അപ്പൊ അവരൊക്കെ ഒരു പൊരുത്തം നമുക്ക് ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വന്നത് നമ്മൾ അഹ്മദ് തിജാനി തങ്ങളെ അസ്ഹാബും അവരുമായിട്ട് ബന്ധപ്പെട്ടവരോട് ബന്ധം ഉണ്ടാക്കുക, അവരോടുള്ളൊരു മഹബത്തും ഒരു സ്നേഹവും ദുആയിലും മദദിലൊക്കെ നമ്മളുണ്ടാവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ അവരെ നമ്മളെങ്ങനെ മനസ്സിലാക്കാനേ? നമ്മളും ഓരോ ഇടക്കെടുക്കുന്നു. അതിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൽ നിന്ന് സംസാരിക്കുന്നവരല്ലേ. അപ്പൊ ആ ഒരു ബോധത്തിൽ അള്ളാഹു നമുക്കെന്നും ഇസ്തിഖാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു അവസരത്തിൽ പിന്നീട് നമുക്ക് ഇതുപോലെ സംവദിക്കുക. സമയം വൈകിപ്പോയി, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വരും. അപ്പോ നിങ്ങളെ ദുആയിലും നിങ്ങളെ എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ കൂട്ടണം. ഒറ്റ ആവശ്യമേ ഉള്ളൂ, മശായിഖന്മാരെ ശൈഖുനാന്റെ അഖിലിലായി നിന്ന് എല്ലാ മശായിഖന്മാരും ഇഷ്ടപ്പെട്ട് അവരെ കൂടെ ആഖിറത്തിൽ ഒരുമിച്ചുകൂടാ എന്നതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കേണ്ടതും ഉദ്ദേശിക്കുന്നതും. ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് ആ വഴികളൊക്കെ തുറന്നിരട്ടെ. മഹാനരായ ശൈഖ് അവറുകൾ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവരെ മദദും അവരെ ഹിഫ്ളും അവരെ ഹിമായത്തും അവരെ കാവലും മറ്റു മശായിഖന്മാരെല്ലാവരെയും തുണയും നമുക്കൊക്കെ ഉണ്ടാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.